Good afternoon. Okay, നമ്മുടെ മെഡിക്കൽ റെക്കോർഡ്സ് എവിടെ വരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത് നിർത്തിയത്? സ്ട്രേറ്റ് ന്യൂമറിക് വരെ അല്ലേ? ഓക്കെ, ശരി. ടെർമിനൽ ഡിജിറ്റ് സ്ട്രേറ്റ് ന്യൂമറിക് വരെ കംപ്ലീറ്റ് ആയില്ലേ? ക്ലിയർ ആണോ? അത് വായിച്ചു നോക്കിയിരുന്നോ? ഓക്കെ അല്ലേ? ഓക്കെ, ശരി. ഇനി നെക്സ്റ്റ് വൺ ആണ് ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗ്. ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗിലും അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്ന മിഡിൽ ഡിജിറ്റ് ഫയലിംഗിലും ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. TPR-ല് ബ്ലഡ് പ്രഷർ നമ്മൾ ചെക്ക് ചെയ്യും, പക്ഷെ TPR എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് ടെമ്പറേച്ചർ പൾസ് എന്നുള്ള രീതിയാണ് കേട്ടോ. ബ്ലഡ് പ്രഷർ ഒക്കെ ആ ഒരു ഷീറ്റിൽ ബ്ലഡ് പ്രഷർ ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട്, പക്ഷെ TPR എന്നുള്ള ടേം മെയിൻ ആയിട്ടും യൂസ് ചെയ്യുന്നത് ടെമ്പറേച്ചർ, പ്രഷർ, റെസ്പിറേഷൻ എന്നുള്ള രീതിയാണ് കേട്ടോ. ടെമ്പറേച്ചർ, പൾസ്, റെസ്പിറേഷൻ എന്നുള്ള രീതിയാണ്. ആ ഒരു 3 പേര് നിർബന്ധമായിട്ടും പഠിച്ചു വെക്കാം. അങ്ങനെയാ ചോദിക്കാം കേട്ടോ. TPR-ല് T എന്തിനെ സൂചിപ്പിക്കുന്നു, P എന്തിനെ സൂചിപ്പിക്കുന്നു, R എന്തിനെ സൂചിപ്പിക്കുന്നു കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് എന്താണ് സ്ട്രേറ്റ് ന്യൂമറിക് പറഞ്ഞു. അതിനുശേഷം ഇനി അടുത്തത് ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗ് ആണ്. ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗില് the terminal digit filing is a simple and exact filing method. ഈ രണ്ട് മെത്തേഡും, അതായത് ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗ് മെത്തേഡ് ആണെങ്കിലും മിഡിൽ ഡിജിറ്റ് ഫയലിംഗ് ആണെങ്കിലും രണ്ടും കുറച്ചൊക്കെ സിമിലാരിറ്റീസ് ഉണ്ട്, ചെറിയ വ്യത്യാസങ്ങളെ വരുന്നുള്ളൂ. അപ്പൊ അതില് ആ ഒരു പേര് വെച്ച് അത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ ആ ഒരു പേര് എന്താണെന്നുള്ളത്. ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗ് എന്ന് പറയുന്നത് സിമ്പിൾ ആൻഡ് എക്സാക്ട് ഫയലിംഗ് മെത്തേഡ് ആണ്. യൂഷ്വലി സാധാരണ ഒരു 6 നമ്പർ ആണ് നമ്മൾ കൊടുക്കുക അല്ലെ? ഒരു ഫയലിൽ നമ്മൾ 6 നമ്പേഴ്സ് ആണ് യൂസ് ചെയ്യുക. അതില് ആ ഒരു 6 ഡിജിറ്റ് നമ്പറില് is used and divided with a hyphen into 3 parts. Each part generally contain 2 digits. അപ്പൊ നിങ്ങൾ അത് ആ ഒരു എക്സാമ്പിൾ കണ്ടോ? എക്സാമ്പിൾ കണ്ടില്ലേ? എക്സാമ്പിൾ വെച്ച് നോക്കാട്ടോ, എന്നാലേ കിട്ടുള്ളേ. എക്സാമ്പിൾ നോക്കിയേ, 6 ഡിജിറ്റ് ഉണ്ട് ഇല്ലേ? മൊത്തം 6 ഡിജിറ്റ് ഇല്ലേ? ആ ഒരു എക്സാമ്പിൾ ഏതെങ്കിലും എടുക്കാം കേട്ടോ. ഫസ്റ്റ് എക്സാമ്പിൾ എടുത്തോ. അതിൽ 6 ഡിജിറ്റ് ഇല്ലേ? ഉണ്ടോ? 6 ഡിജിറ്റ് ഉണ്ട്. ആ 6 ഡിജിറ്റിനെ നമ്മള് രണ്ട് ഡിജിറ്റുകൾ വെച്ച് ഒരു ഹൈഫൺ ഇട്ട് വേർതിരിച്ചിരിക്കുന്നു. 3 ഭാഗമാക്കി മാറ്റിയിട്ടുണ്ട് ഇല്ലേ? 3 ഭാഗമാക്കി മാറ്റിയില്ലേ? ഓരോ പാർട്ടിലും 2 ഡിജിറ്റ് വീതം ഉണ്ടായിരിക്കും. എത്രയും ക്ലിയർ ആണോ? ഇത്രയും നോക്കിയല്ലേ? നാം അത്രയും നിങ്ങൾ നെക്സ്റ്റ് പറയുമ്പോൾ മനസ്സിലാക്കണേ. ഇതില് പ്രൈമറി ഡിജിറ്റ്, സാധാരണ നമ്മൾ ഒരു പ്രൈമറി ഡിജിറ്റ്, സെക്കൻഡറി ഡിജിറ്റ്, തേർഡറി ഡിജിറ്റ് എന്ന് പറയാറുണ്ട്. അതിൽ പ്രൈമറി ഡിജിറ്റ് എപ്പോഴും സാധാരണയായിട്ട് നമ്മൾ എന്തിനെയാ കാണാറ്? ഇപ്പൊ ഒരു ഇതില് ആ ഒരു എക്സാമ്പിൾ നോക്കിയേ. ഇതിൽ നിങ്ങൾ പറഞ്ഞു ഏതായിരിക്കും പ്രൈമറി ഡിജിറ്റ് വരിക? സാധാരണയായിട്ട് നമ്മൾ പ്രൈമറി ഡിജിറ്റ് എന്ന് പറയുന്നത് ഏതായിരിക്കും? ഫസ്റ്റ് എക്സാമ്പിൾ ഏതാണ് സാധാരണയായിട്ട് പ്രൈമറി ഡിജിറ്റ് എന്ന് നമ്മൾ പറയാ? എന്താണ് പ്രൈമറി ഡിജിറ്റ് എന്ന്? സാധാരണ ഫസ്റ്റ് 2 നമ്പേഴ്സിനെയാണ് നമ്മൾ പ്രൈമറി ഡിജിറ്റ് എന്ന് സാധാരണ നമ്മൾ പറയാറ് അല്ലെ? ആണോ? അതെ. പക്ഷേ ഇവിടെ പ്രൈമറി ഡിജിറ്റ്, സെക്കൻഡറി ഡിജിറ്റ്, ടെർഷ്യറി ഡിജിറ്റ്, അതിന്റെ പൊസിഷനുകളിൽ വ്യത്യാസമുണ്ട്. ഇവിടെ 12, 34, 56 ആ ഒരു നമ്പർ അല്ലെങ്കിൽ ആ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ പ്രൈമറി ഡിജിറ്റ് എന്ന് പറയുന്നത് ലാസ്റ്റ് 2 ഡിജിറ്റുകളാണ്. ലാസ്റ്റ് 2 ഡിജിറ്റ് ഏത്? ആദ്യത്തെ എക്സാമ്പിളില് on the right hand side of the number, അതെ 56 കേട്ടോ, 56 ആണ് പ്രൈമറി ഡിജിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇനി സെക്കൻഡറി ഡിജിറ്റ് എന്ന് പറയുന്നത് മിഡിൽ ഡിജിറ്റിനെയാണ്, മധ്യത്തിലുള്ള 2 നമ്പേഴ്സിനെയാണ് നമ്മൾ സെക്കൻഡറി ഡിജിറ്റ് എന്ന് പറയാം. ടെർഷ്യറി ഡിജിറ്റ് എന്ന് പറയുന്നതാണ് ഫസ്റ്റ് 2 നമ്പേഴ്സ്. ഫസ്റ്റ് 2 എന്നാണ് കേട്ടോ ഇവിടെ. ഫസ്റ്റ് 2 ഓൺ ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ നമ്പറിന്റെ ലെഫ്റ്റ് സൈഡിലുള്ള ആദ്യത്തെ 2 നമ്പേഴ്സിനെയാണ് നമ്മൾ ടെർഷ്യറി ഡിജിറ്റ് എന്ന് പറയാം. അപ്പൊ നിങ്ങൾ ആ ഒരു എക്സാമ്പിൾ താഴെ എഴുതി വെക്കാം. ടെർഷ്യറി ഒരു ഹൈഫൺ ഇട്ടിട്ട്, സെക്കൻഡറി ഒരു ഹൈഫൺ ഇട്ടിട്ട്, പ്രൈമറി.
മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. പിന്നെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് അത് എളുപ്പത്തിൽ മനസ്സിലാവാൻ വേണ്ടിയാണ്. ആ ഒരു എക്സാമ്പിൾ താഴെ നിങ്ങൾ എഴുതുക, ടെർഷറിന്ന് എഴുതുക, ഒരു ഹൈഫൺ ഇട്ടിട്ട് സെക്കൻഡറിന്ന് എഴുതുക, ഒരു ഹൈഫൺ ഇട്ടിട്ട് പ്രൈമറിന്ന് എഴുതുക. എഴുതിയോ? പിന്നീട് വായിക്കുമ്പോൾ മനസ്സിലാവാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെയും ഇത് മുഴുവൻ വായിക്കേണ്ടതായിട്ടുണ്ട്. ഇതാവുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. ഇനി ഇതില് നമ്മൾ ഇങ്ങനെയാണ് നമ്പേഴ്സ്. അപ്പൊ ഒരു ഫയല് വന്നാൽ അല്ലെങ്കിൽ ഒരു പേഷ്യന്റിന്റെ റെക്കോർഡ് ക്രിയേറ്റ് ചെയ്താൽ അവിടെ 6 നമ്പർ നമ്മൾ ക്രിയേറ്റ് ചെയ്യും. ആ 6 നമ്പറില് ഓരോ 2 നമ്പർ വീതം 3 ഭാഗമായിട്ട് ഒരു ഹൈഫൺ വെച്ച് അതിനെ തിരിക്കും. ഇതില് ഓരോ പ്രാവശ്യം പേഷ്യൻസിന് പുതിയ നമ്പർ കൊടുക്കുമ്പോഴും കുറച്ച് വ്യത്യാസം മാത്രമേ ഈ നമ്പറിൽ വരുള്ളൂ. അതായത് ഇൻ ദ ഫയൽ ദ സെക്കൻഡറി ആണ്. ഇൻ ദ ഫയൽ ദ സെക്കൻഡറി ടെർഷറി ഡിജിറ്റ് ഓൾഡർ വിത്ത് എവരി റെക്കോർഡ്. ഓരോ റെക്കോർഡുമായി ബന്ധപ്പെട്ടും അവർക്ക് കൊടുക്കുന്ന റെക്കോർഡിലെ നമ്പറുകളുടെ സെക്കൻഡറി ഏതാ ഇവിടുത്തെ മിഡിൽ ഡിജിറ്റ് ആണ് അല്ലെ? മിഡിൽ ഡിജിറ്റ് ആണ്, 34 ആണ്. എല്ലാത്തിലും 34 ആണ് അല്ലെ? അതുപോലെ ടെർഷറി ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 2 നമ്പേഴ്സ് ആണ്. ഇതിലായിരിക്കും ഓരോ റെക്കോർഡുമായി ബന്ധപ്പെട്ടും മാറ്റങ്ങൾ ഉണ്ടാകുക. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ പ്രൈമറി നമ്പറിൽ യാതൊരു മാറ്റവും ഉണ്ടാവില്ല. പ്രൈമറി നമ്പർ ഏതാ ഇതില്? ഏതാ പ്രൈമറി നമ്പർ? 56 അല്ലെ? ആ 56 എന്നുള്ള നമ്പർ അതുപോലെ തന്നെ നിൽക്കും. അപ്പൊ ഒരു പേഷ്യന്റുമായി ബന്ധപ്പെട്ട് അവർക്ക് ഒരു 56 എന്നുള്ളൊരു നമ്പർ പെർമനന്റ് ആയിട്ട് കൊടുത്തിട്ട് പ്രൈമറി നമ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പ്രൈമറി നമ്പർ എന്ന് പറയുന്നത് ഫിക്സഡ് ആയിരിക്കും. അതിൽ ചേഞ്ചസ് ഒന്നും ഉണ്ടാവില്ല. മറിച്ച് വ്യത്യാസങ്ങൾ വരുന്നത് സെക്കൻഡറിയിലും ടെർഷറി ഡിജിറ്റിലും ആയിരിക്കും. അത്രയും ക്ലിയർ ആണോ? ഇനി നിങ്ങൾക്ക് വരാവുന്ന ഒരു ഡൗട്ട് എന്ന് പറയുന്നത് മിസ്സേ ഇവിടെ 34 എല്ലാത്തിലും നമ്മൾ കോമൺ ആയിട്ടുണ്ടല്ലോ എന്ന് തോന്നുന്നില്ലേ? എന്നൊരു ഡൗട്ട് തോന്നുന്നില്ലേ? മാറുന്നില്ലല്ലോ അല്ലെ? ആദ്യത്തെ 2 നമ്പേഴ്സ് മാത്രമല്ലേ മാറുന്നുള്ളൂ അല്ലെ? അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ശരിക്കും ഒരു നമ്പറിംഗ് സിസ്റ്റം വരുമ്പോ 00 മുതൽ 99 വരെയാണ് നമ്മൾ ആ ഒരു നമ്പറിംഗ് സിസ്റ്റം എടുക്കുക. 00 മുതൽ 99 വരെ. അത് നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പം മനസ്സിലാവണമെങ്കിൽ അടുത്ത മിഡിൽ ഡിജിറ്റ് ഫയലിന്റെ എക്സാമ്പിൾ ഒന്ന് നോക്കിയേ. മിഡിൽ ഡിജിറ്റ് ഫയൽ രണ്ടും കൂടി ഒരുമിച്ച് പഠിക്കാം കേട്ടോ, അതാണ് എളുപ്പം. മിഡിൽ ഡിജിറ്റ് ഫയലിന്റെ എക്സാമ്പിൾ കണ്ടോ? അതില് നിങ്ങൾ ആ ഒരു ലാസ്റ്റ് നമ്പേഴ്സിൽ 0001 ആ ഒരു എക്സാമ്പിൾ നിങ്ങൾ ഒന്ന് നോക്കിയേ. 96 ലാസ്റ്റ് നമ്പേഴ്സ് മാത്രം നോക്കിയാൽ മതിയേ. 96, 97, 98, 99. അതിനുശേഷം വന്നിരിക്കുന്ന നമ്പർ ഏതാ? 00 ആണ് അല്ലെ? അതിനുശേഷം 01 ആണ്. അത് ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അത് മനസ്സിലായില്ലേ? ഇനി അടുത്തത് അവിടെയുള്ള നമ്മുടെ ഫസ്റ്റ് നമ്പേഴ്സ്. ആ എക്സാമ്പിൾ കുറച്ചുകൂടി എളുപ്പം നിങ്ങൾക്ക്. ഫസ്റ്റ് നമ്പർ നോക്കിയേ. 46, 46, 46. 99 വരെ 46 ആണ് അല്ലേ? ആണോ? 99 വരെയും അവിടെ 46 അല്ലേ ആദ്യത്തെ നമ്പേഴ്സ് വരിക അല്ലേ? അതെ. ഇനി 00 വന്നു. 99 കഴിഞ്ഞപ്പോ വന്നത് 00 ആണ്. അപ്പൊ അവിടുത്തെ നമ്പർ മാറിയോ? 46 ആണോ പിന്നെ വന്നേ? 47 ആണ് വന്നത് അല്ലെ? അപ്പൊ ഇനി 47 ലാസ്റ്റ് നമ്പർ 99 വരുന്നത് വരെയും 47 തന്നെയായിരിക്കും നമ്പർ. മനസ്സിലാവുന്നുണ്ടോ? പറഞ്ഞത് ക്ലിയർ ആയോ? അതുപോലെ ഇവിടെയും അതേ രീതി തന്നെയാണ്. ഇപ്പൊ ഇവിടെ 12, 13, 14, 15 അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അത് 99 ആവുമ്പോഴായിരിക്കും എന്ത് ചെയ്യുന്നത്? ആ 34 എന്ന് പറയുന്ന നമ്പർ എത്രയിലേക്ക് മാറും? 99 ആവുമ്പോ 35ലേക്ക് മാറും. ക്ലിയർ ആയോ അത്? അപ്പൊ അങ്ങനെയാണ് സെക്കൻഡറിയിലും ടെർഷറി നമ്പറിലും മാത്രമേ വ്യത്യാസം വരുള്ളൂ. പ്രൈമറി നമ്പർ ഫിക്സഡ് ആയിരിക്കും. ക്ലിയർ ആയോ? അപ്പൊ അവിടെ ആ ഒരു ടെർഷറി നമ്പർ ഏതാണ്, പ്രൈമറി നമ്പർ ഏതാണ്, സെക്കൻഡറി നമ്പർ ഏതാണ് എന്നാണ് ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടത് കേട്ടോ. അപ്പൊ ടെർമിനൽ ഡിജിറ്റ് ഫയലിങ്ങില് നമ്മുടെ ടെർമിനൽ നമ്പേഴ്സും സെക്കൻഡറി നമ്പേഴ്സിലും ആയിരിക്കും, ടെർഷറി നമ്പേഴ്സിലും ആയിരിക്കും വ്യത്യാസങ്ങൾ ഉണ്ടാവുക. പ്രൈമറി ഡിജിറ്റിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവില്ല. ക്ലിയർ ആണോ? അതില് ഈ ഒരു എക്സാമ്പിൾ ഇപ്പൊ ടെർമിനൽ ഡിജിറ്റ് ഫയലിങ്ങില് ഫസ്റ്റ് 2 നമ്പേഴ്സ് ഏതാണ്? ടെർഷറി നമ്പേഴ്സ് ആണ്. രണ്ടാമത്തെ 2 നമ്പേഴ്സ് എന്ന് പറയുന്നത് സെക്കൻഡറി നമ്പേഴ്സ് ആണ്. അതുപോലെ തന്നെ ലാസ്റ്റ് നമ്പേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? പ്രൈമറി ഡിജിറ്റ് ആണ് അല്ലെ? അത് ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കണം കേട്ടോ. അത് ഏതാണെന്ന് മനസ്സിലാക്കി വെക്കാം. ടെർഷറി ഡിജിറ്റ്, സെക്കൻഡറി ഡിജിറ്റ്, പ്രൈമറി ഡിജിറ്റ്. അതിൽ ഈ പ്രൈമറി ഡിജിറ്റ് എന്ന് പറയുന്നത് ഫിക്സഡ് ആയിരിക്കും. അതിൽ സെക്കൻഡറിയും ടെർഷറിയിലും ആയിരിക്കും ഓരോ ഫയൽസ് അല്ലെങ്കിൽ ഓരോ റെക്കോർഡുമായി ബന്ധപ്പെട്ട് വ്യത്യാസങ്ങൾ ഉണ്ടാവുക. ക്ലിയർ ആണോ?
ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗ് മനസ്സിലായോ? ഓക്കെ ആണോ? എന്താണ് ഒരു റിപ്ലൈ ഇല്ലാതെ? ക്ലിയർ ആണോ? അല്ലെങ്കിൽ മിസ് ഒന്നുകൂടി പറയണോ? എന്താണ് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായില്ലേ? ഓക്കെ. ഇനി അടുത്ത അതിനോടൊപ്പം തന്നെ നമുക്ക് മിഡിൽ ഡിജിറ്റ് പഠിക്കാം കേട്ടോ. എന്നാലാണ് നിങ്ങൾക്ക് അത് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. മിഡിൽ ഡിജിറ്റ് ഫയലിംഗില് ഇറ്റ്സ് എ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗ്. ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗിന് പകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് മിഡിൽ ഡിജിറ്റ് ഫയലിംഗ്. അപ്പൊ ഇവിടെയും ഹിയർ ദ പ്രൈമറി, ഇവിടെയും ഇതുപോലെ തന്നെ പ്രൈമറി നമ്പർ ഡിജിറ്റ് ഉണ്ട്, സെക്കൻഡറി ഡിജിറ്റ് ഉണ്ട്, ടെർഷറി ഡിജിറ്റ് ഉണ്ട്. ഇവിടെ മിഡിൽ ഡിജിറ്റിൽ വരുമ്പോഴും ഇതിന്റെ പൊസിഷൻസിൽ വ്യത്യാസമുണ്ട്. നേരത്തെ നമ്മൾ ടെർമിനൽ ഡിജിറ്റിൽ പറഞ്ഞ പോലെയുള്ള പൊസിഷൻസ് അല്ല, ഇതിലും വ്യത്യാസം വരുന്നുണ്ട്. അതിൽ നോക്കിയേ ഡിഫറെന്റ് പൊസിഷനിലായിരിക്കും ഉണ്ടാവുക. മിഡിൽ പാർട്ട് ഓഫ് ദ ഡിജിറ്റ്സ് ആണ് പ്രൈമറി ഡിജിറ്റ്. ഇവിടെ മനസ്സിലായോ? മിഡിൽ പാർട്ട് എന്താണ്? പ്രൈമറി ഡിജിറ്റ് ആണ്. ആ ഒരു എക്സാമ്പിളിലേക്ക് നോക്കാം കേട്ടോ. മിഡിൽ പാർട്ട് പ്രൈമറി ഡിജിറ്റ് ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫസ്റ്റ് ലെഫ്റ്റ് ആർ ദ ഡിജിറ്റ്സ് ഓൺ ദ ലെഫ്റ്റ് ആർ ദ സെക്കൻഡറി ഡിജിറ്റ് ആൻഡ് ദ ഡിജിറ്റ്സ് ഓൺ ദ റൈറ്റ് എന്നാണ് കേട്ടോ. അവിടെ റൈറ്റ് ആണ് ടെർഷറി ഡിജിറ്റ്. അപ്പൊ എങ്ങനെ വരും ഒന്ന് പറഞ്ഞേ. ഇത് വെച്ച് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ മിസ്, ഒരു എക്സാമ്പിൾ പറഞ്ഞല്ലോ, ടെർഷറി, സെക്കൻഡറി, പ്രൈമറി എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടേക്ക് നിങ്ങളൊന്ന് തന്നെ പറഞ്ഞേ എങ്ങനെയായിരിക്കും? അപ്പൊ ഫസ്റ്റ് 2 ഡിജിറ്റ് ഏതായിരിക്കും? പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് സെക്കൻഡറി ആയിരിക്കും അല്ലെ? വെരി ഗുഡ്. ഫസ്റ്റ് 2 എന്ന് പറയുന്നത് സെക്കൻഡറി ആണ്, നടുക്കത്തെ 2 ഡിജിറ്റ് പ്രൈമറി ആണ്, ലാസ്റ്റ് 2 ഡിജിറ്റ് ആണ് ടെർഷറി ഡിജിറ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ ആ എക്സാമ്പിൾ താഴെ ഒന്ന് എഴുതി വെക്കാട്ടോ. സെക്കൻഡറി ഒരു ഹൈഫൺ ഇട്ടിട്ട്, പ്രൈമറി നീന്താം, ഒരു ഹൈഫൺ ഇട്ടിട്ട് ടെർഷറി നീന്താം. ഓക്കെ, ഇത് വെച്ചോ? ക്ലിയർ ആണോ? അപ്പൊ അതിന് എക്സാമ്പിൾ നമ്മൾ ഓൾറെഡി നേരത്തെ നോക്കിയതാണ്. അപ്പൊ ഇതില് പ്രൈമറി നമ്പറിൽ വല്ല വ്യത്യാസവും വരുന്നുണ്ടോ? പ്രൈമറി നമ്പർ ഏതാ? മിഡിലെ 2 നമ്പേഴ്സ് അല്ലെ? അതിൽ വല്ല വ്യത്യാസവും വരുന്നുണ്ടോ? ഇല്ല. 68 തന്നെയാണ് എല്ലാത്തിലും വരിക അല്ലെ? അവിടെ ടെർഷറിയിലും സെക്കൻഡറിയിലും വ്യത്യാസം വരുന്നുണ്ട്, ശരിയല്ലേ? ടെർഷറി നമ്പേഴ്സില് 00 99 കഴിഞ്ഞ് 00 ആവുമ്പോ പുതിയ സെക്കൻഡറി നമ്പർ നെക്സ്റ്റ് നമ്പറിലേക്ക് മാറും അല്ലെ? 46 എന്നത് 47 ആയിട്ട് മാറി. ഇതേ രീതിയിൽ തന്നെ ഈ 47 എന്നുള്ളത് 48 ആയി മാറണമെങ്കിൽ അവിടുത്തെ അടുത്ത ലാസ്റ്റ് ഡിജിറ്റ് 00 ആവുമ്പോഴാണ് 48 ആയിട്ട് മാറുക. അപ്പൊ അങ്ങനെ 00 മുതൽ 99 വരെയാണ് ആ ഒരു നമ്പർ സെലക്ഷൻ അല്ലെങ്കിൽ നമ്പറിന്റെ ആ ഒരു ഏകീകരണം അല്ലെങ്കിൽ കോർഡിനേഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ മിഡിൽ ഡിജിറ്റ് ഫയലിംഗിലോ ടെർഷറി ഡിജിറ്റ് ഫയലിംഗിലോ ആ ഡിജിറ്റുകളുടെ ഏതൊക്കെ പൊസിഷനുകളാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗിലാണെങ്കിൽ ടെർഷറി, സെക്കൻഡറി, പ്രൈമറി എന്ന രീതിയിലായിരിക്കും നമ്പറിംഗ് കൊടുത്തിരിക്കുക. മിഡിൽ ഡിജിറ്റിലാവുമ്പോ എങ്ങനെയാ വരിക? സെക്കൻഡറി, പ്രൈമറി, ടെർഷറി അങ്ങനെയായിരിക്കും വരിക. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്യാട്ടോ. വേഗം ഒന്ന് വായിച്ചു നോക്കിയ രണ്ടും. ഇപ്പൊ രണ്ടിലാണെങ്കിലും പ്രൈമറിയിൽ അങ്ങനെ തന്നെ നമ്പർ, പ്രൈമറി നമ്പർ ഫിക്സഡ് ആയിരിക്കും. ടെർമിനലും അതല്ലെങ്കിൽ ടെർഷറിയും സെക്കൻഡറിയിലും ആയിരിക്കും വ്യത്യാസങ്ങൾ ഉണ്ടാവുക. അതിന്റെ പൊസിഷൻസിൽ അല്ലെങ്കിൽ ആ ഒരു ഡിജിറ്റിന്റെ സ്ഥാനം വരുന്നതിലാണ് മറ്റ് വ്യത്യാസങ്ങൾ ഉള്ളത്. വേഗം വായിച്ചു നോക്കിയ ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗ്, മിഡിൽ ഡിജിറ്റ് ഫയലിംഗ്. ടെർമിനൽ ഒന്നുകൂടി പറയാം. ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ്, നമുക്ക് എക്സാക്റ്റ് ആയിട്ട് കൃത്യമായിട്ട് ഫയലിംഗ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. ഇതിൽ സാധാരണയായിട്ട് ഒരു 6 ഡിജിറ്റൽ നമ്പർ ആണ് നമ്മൾ യൂസ് ചെയ്യുക. ആ 6 ഡിജിറ്റ് നമ്പറിനെ നമുക്ക് 3 ഭാഗങ്ങളായിട്ട് നമ്മൾ ഒരു ഹൈഫൺ വെച്ച് വേർതിരിക്കുന്നു. അതായത് ഓരോ ഭാഗത്തും 2 നമ്പർ വരുന്ന തരത്തിന് ഒരു ഹൈഫൺ വെച്ച് ഈ 6 നമ്പറിനെ എന്ത് ചെയ്യുന്നു? ഡിവൈഡ് ചെയ്യുന്നു. അതിൽ ഓരോ ഭാഗത്തും 2 ഡിജിറ്റ് വീതം ഉണ്ടായിരിക്കും. അതില് പ്രൈമറി ഡിജിറ്റ് എന്ന് പറയുന്നത് ലാസ്റ്റ് 2 ഡിജിറ്റിനെയാണ്. ഈ നമ്പേഴ്സ് നിങ്ങൾ ആ ഒരു എക്സാമ്പിൾ നോക്കാം. അതിൽ ലാസ്റ്റ് 2 ഡിജിറ്റിനെയാണ് പ്രൈമറി ഡിജിറ്റ് എന്ന് പറയുന്നത്. ഇനി റൈറ്റ് ഹാൻഡ് ഓഫ് ദ നമ്പർ ദ സെക്കൻഡറി ഡിജിറ്റ് ആണ് മിഡിൽ ഡിജിറ്റ്. മിഡിലെ 2 ഡിജിറ്റുകൾ, 2 നമ്പേഴ്സിനെയാണ് നമ്മൾ സെക്കൻഡറി ഡിജിറ്റ് എന്ന് പറയുന്നത്. ദെൻ ടെർഷറി ഡിജിറ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് 2 നമ്പേഴ്സിനെയാണ്. ആദ്യത്തെ 2 നമ്പേഴ്സിനെ ടെർഷറി എന്നും നടുക്കത്തെ മിഡിലുള്ള 2 നമ്പേഴ്സിനെ സെക്കൻഡറി എന്നും ലാസ്റ്റ് 2 നമ്പേഴ്സിനെ പ്രൈമറി ഡിജിറ്റ് എന്നുമാണ് വിളിക്കുക. മനസ്സിലായോ? ഇനി ഓരോ
ഇവരെ റെക്കോർഡ് ഓരോ റെക്കോർഡും നമ്മൾ ഫയൽ ചെയ്യുമ്പോഴും ഇതില് പ്രൈമറി നമ്പറിൽ വ്യത്യാസം വരുന്നില്ല, സെക്കൻഡറി ആൻഡ് ടെർഷ്യറി നമ്പേഴ്സിലാണ് വ്യത്യാസങ്ങൾ ഉണ്ടാവുക. ക്ലിയർ ആണോ? ടെർമിനൽ ഡിജിറ്റ് മനസ്സിലായോ? ആരാ ചോദിച്ചത്? ഓക്കെ. വായിച്ചു കഴിയുന്നവരൊന്ന് റിപ്ലൈ ചെയ്യണേ. കഴിഞ്ഞു. ഓക്കെ അല്ലേ? അപ്പൊ അതില് നമ്മളൊരു 5 എണ്ണമാണ് പഠിച്ചത് അല്ലെ? സീരിയൽ നമ്പറിംഗ് പഠിച്ചു, യൂണിറ്റ് നമ്പറിംഗ് പഠിച്ചു, സ്ട്രീറ്റ് ന്യൂമറിക് പഠിച്ചു, ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗ് പഠിച്ചു, മിഡിൽ ഡിജിറ്റ് ഫയലിംഗ് പഠിച്ചു. ഇതെല്ലാ രീതികളും ഉണ്ടെങ്കിലും നമ്മൾ കോമൺ ആയിട്ട് ഇപ്പൊ യൂസ് ചെയ്യുന്നത് യൂണിറ്റ് നമ്പറിംഗ് ആൻഡ് ഫയലിംഗ് സിസ്റ്റം ആണ് കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് ഒരു സെക്ഷനിലേക്കാണ് പോകുന്നത്. ലാസ്റ്റ് ഭാഗമാണ് കേട്ടോ ഈ ഒരു ചാപ്റ്ററിന്റെ. ഫോർമാറ്റ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ്. മെഡിക്കൽ റെക്കോർഡുകളുടെ ഫോർമാറ്റ് അല്ലെങ്കിൽ അതിന്റെ ഒരു ഘടന അല്ലെങ്കിൽ ആ മെഡിക്കൽ റെക്കോർഡിന്റെ ആ ഒരു രീതി എങ്ങനെയാണ്, ഏതൊക്കെ ടൈപ്സ് ഓഫ് ഫോർമാറ്റിംഗ് ഉണ്ട് മെഡിക്കൽ റെക്കോർഡുമായി ബന്ധപ്പെട്ട്? പ്രധാനമായിട്ടും 3 എണ്ണമാണ്. സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്, പ്രോബ്ലം ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്, ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ്. അതില് ആ സോഴ്സ് ഓറിയന്റഡ്, പ്രോബ്ലം ഓറിയന്റഡ്, ഇന്റഗ്രേറ്റഡ്, അതിന്റെ 3 ഏതൊക്കെ ടൈപ്സ് ഓഫ് ഫോർമാറ്റുകൾ ഉണ്ട്, ഏതൊക്കെയാണ് മെഡിക്കൽ റെക്കോർഡ്സുമായി ബന്ധപ്പെട്ട ടൈപ്സ് ഓഫ് ഫോർമാറ്റ് ഏതൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ അതിന്റെ ആ 3 പേരും നോക്കി വെക്കണം. അതുപോലെ തന്നെ SOMR എന്നാണ്, അവിടെ ആ ഒരു ബ്രാക്കറ്റ് ആണ് കേട്ടോ അവിടെ വേണ്ടത്. നിങ്ങളുടെ ഇതിൽ കറക്റ്റ് ആയിട്ടാണോ കിടക്കുന്നതെന്ന് വെച്ചാൽ അറിയില്ല, ഇതിൽ കാണുന്നതായിട്ട് പറയുന്നത് SOMR എന്നാണ് കേട്ടോ. കറക്റ്റ് ആണോ അത്? ഓക്കെ, ശരി. SOMR എന്നാണ്. അതിന്റെ എല്ലാത്തിന്റെയും എക്സ്പാൻഡഡ് ഫോം നിർബന്ധമായിട്ടും ചോദിക്കും കേട്ടോ. SOMR സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്, പ്രോബ്ലം ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്, ഇതിന്റെ രണ്ടിന്റെയും നിർബന്ധമായിട്ടും നിങ്ങൾ എക്സ്പാൻഡഡ് ഫോം പഠിച്ചു വെക്കാം, ചോദിക്കാറുണ്ട്. അപ്പൊ 3 പേര് പഠിച്ചു വെക്കുക കേട്ടോ. സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ് അല്ലെങ്കിൽ SOMR, പ്രോബ്ലം ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ് അല്ലെങ്കിൽ POMR, ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ്. നമ്മൾ സാധാരണ ഇപ്പൊ യൂസ് ചെയ്തത് ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ് ആണ് കേട്ടോ. അത് പഠിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ബാക്കി 2 എണ്ണത്തിനും കുറച്ച് ഡിസഡ്വാൻറ്റേജസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടി 2നെയും ഇൻക്ലൂഡ് ചെയ്ത് മിക്സ് ചെയ്തിട്ടാണ് നമ്മളൊരു ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള മെഡിക്കൽ റെക്കോർഡ് ഫോർമാറ്റ് ആണ് ഇപ്പോ നമ്മൾ ഉപയോഗിക്കുന്ന രീതി എന്ന് പറയുന്നത്. പക്ഷെ ഇത്തരം രീതിയും ഉണ്ടായിരുന്നു, നമുക്ക് ട്രഡീഷണൽ ആയിട്ട് ഫോളോ ചെയ്ത് വന്നിരുന്ന കുറച്ച് 2 രീതികളാണ്. അപ്പൊ അതില് ഫസ്റ്റ് വണ്ണാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇനി പറയുന്ന ഓരോ പോയിന്റ്സും SOMR-നെ പറ്റിയുള്ളതാണ് കേട്ടോ. അപ്പൊ അവിടെ ഒരു ഹെഡിങ് ആയിട്ട് നിങ്ങളുടെ കയ്യിൽ ഇല്ല, അതിൽ എഴുതിയിട്ടില്ല, ഇതുപോലെ തന്നെയാണ് കിടക്കുന്നതെങ്കിൽ SOMR അല്ലെങ്കിൽ സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡിനെ കുറിച്ച് പറയുന്ന പോയിന്റ്സ് ആണെന്നൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേക്കണം കേട്ടോ. ഉണ്ടോ? ഹെഡിങ് ആയിട്ട് കൊടുത്തിട്ടുണ്ടോ? ഹെഡിങ് ഉണ്ട്. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡിനെ കുറിച്ചാണ് പറയുന്നത്, അല്ലെങ്കിൽ SOMR-നെ കുറിച്ചാണ് പറയുന്നത്. This medical record is arranged in sections in accordance with the patient care department, which provide the care and the data. Hence the name source oriented medical record. ഇവിടെ സോഴ്സ് ഓറിയന്റഡ് ആ ഒരു പേരിൽ നിന്ന് തന്നെ കണക്ട് ചെയ്ത് പഠിക്കണം. സോഴ്സ് ഓറിയന്റഡ് എന്ന് പറയുമ്പോൾ ഇതൊരു ട്രഡീഷണൽ ആയിട്ട് പരമ്പരാഗതമായിട്ട് നമ്മൾ യൂസ് ചെയ്തിരുന്ന പേഷ്യൻസിന്റെ റെക്കോർഡൊക്കെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്ന ഒരു രീതിയാണ്. ഇവിടെ ഇപ്പൊ അതിന്റെ സോഴ്സ്, അതായത് ഓരോ ഡേറ്റാസും എവിടെ നിന്നാണ് കിട്ടുന്നത്, അതിന്റെ സോഴ്സിനനുസരിച്ചാണ് നമ്മളിവിടെ ഓരോ സെക്ഷനുകളായിട്ട് അറേഞ്ച് ചെയ്യുക. എന്ന് വെച്ചാല് ലബോറട്ടറി റിപ്പോർട്ട്സിന് വേണ്ടി ഒരു സെക്ഷൻ, എക്സ്റേ ഫിലിംസ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സെക്ഷൻ, റേഡിയോളജിയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ കാര്യങ്ങൾക്ക് വേണ്ടി ഒരു സെക്ഷൻ, അങ്ങനെ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകൾ അതിൽ ഉൾപ്പെടുന്നുണ്ടോ ആ ഓരോ ഡിപ്പാർട്ട്മെന്റുകൾക്ക് വേണ്ടി ഓരോ സെക്ഷൻ ആയിട്ടായിരിക്കും നമ്മൾ അറേഞ്ച് ചെയ്യുക ഡേറ്റാസ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഒരു ഫയൽ എടുക്കുകയാണ് അല്ലെങ്കിൽ ഒരു പേഷ്യന്റിന്റെ റെക്കോർഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ റെക്കോർഡിൽ പേഷ്യന്റ് ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് കോൺടാക്റ്റിൽ വന്നിട്ടുണ്ടോ അത്രയും ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ ഓരോ സെക്ഷൻ ആയിട്ട് വെക്കും. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ ലബോറട്ടറിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ലബോറട്ടറി റിപ്പോർട്ടുകൾ അവർക്കുണ്ടെങ്കിൽ ലബോറട്ടറിയുമായി ബന്ധപ്പെട്ട ആ ഒരു സെക്ഷനിൽ നിന്ന് ആ എല്ലാ റിപ്പോർട്ടുകളും നമുക്ക് കിട്ടും. മനസ്സിലായോ? മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ ഇപ്പൊ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് പോയിട്ടുണ്ടെങ്കിൽ അവർ എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ആദ്യം മുതൽ അവസാനം വരെ ഇപ്പൊ പ്രസന്റ്ലി അവർക്ക് ചെയ്തിട്ടുള്ളത് വരെയുള്ള എല്ലാ റിപ്പോർട്ടുകളും ആ ഒരു സെക്ഷനിൽ നിന്ന് കിട്ടും.
അതുപോലെ തന്നെ ഇപ്പൊ വേറെ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് അവർക്ക് എന്തെങ്കിലും ട്രീറ്റ്മെന്റോ കാര്യങ്ങളോ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടോ ഒക്കെ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട എല്ലാ ഡേറ്റാസും ആ ഒരു സെക്ഷനിൽ നിന്ന് നമുക്ക് കിട്ടും. മനസ്സിലായോ? അങ്ങനെ ഓരോ സെക്ഷനുകളായിട്ടാണ് നമ്മൾ ഈ ഒരു റെക്കോർഡ് എന്ത് ചെയ്യുന്നത്, അറേഞ്ച് ചെയ്യുന്നത്. മനസ്സിലായോ? ഇപ്പൊ പേഷ്യൻസിന് പരിചരണം കൊടുക്കുന്ന ഡിപ്പാർട്ട്മെന്റുകളെയും അവരുടെ അതിൽ നിന്ന് കിട്ടുന്ന ഡേറ്റാസിനെയും സെക്ഷനുകളായിട്ട് നമ്മൾ മെഡിക്കൽ റെക്കോർഡിൽ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ സ്രോതസ്സിനനുസരിച്ചാണ്, അത് എവിടെ നിന്നാണ് ആ ഡേറ്റ കിട്ടുന്നത് അല്ലെങ്കിൽ ആ റിപ്പോർട്ടുകൾ കിട്ടുന്നത്, അതിനനുസരിച്ചാണ് നമ്മൾ അവിടെ അറേഞ്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ സെക്ഷൻ ആയിട്ട് തിരിച്ചത് അറേഞ്ച് ചെയ്യുന്നത്. അത് ക്ലിയർ ആയോ? അത് മനസ്സിലായോ? ആദ്യം എന്താന്നുള്ളത് അത് മനസ്സിലായാലും ഇനി അതിന്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഒക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആകുള്ളൂ കേട്ടോ. ഓക്കെ അല്ലേ ഇത്? അതുകൊണ്ടാണ് അതിന് പേര് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. എന്താ? സോഴ്സ് ഓറിയന്റഡ് ആണ്. അത് എവിടെ നിന്ന് ലഭിക്കുന്നു, അതിന്റെ ഉറവിടം എവിടെയാണോ അതിനനുസരിച്ചാണ് നമ്മൾ അതിൽ അറേഞ്ച് ചെയ്ത് വെക്കുക. അപ്പൊ നമുക്ക് സാധാരണ നമ്മുടെ ഒരു മെഡിക്കൽ റെക്കോർഡ് എങ്ങനെയാണ്? അങ്ങനെ നമുക്ക് ഓരോ സെക്ഷൻ ആയിട്ടാണോ കിട്ടുന്നേ? ആണോ? ഇപ്പൊ നമ്മുടെ സാധാരണ നമ്മുടെ മെഡിക്കൽ റെക്കോർഡ് കണ്ടിട്ടില്ലേ? നമ്മുടെ ഒരു ചീട്ടൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഇങ്ങനെയല്ലല്ലോ ഇരിക്കുക, അല്ലേ? അല്ല അല്ലേ? അല്ല, ഇങ്ങനെയല്ല, ഒരു സെക്ഷൻ ആയിട്ടല്ലല്ലോ ഇരിക്കുന്നത്. ഇത് മുൻപ് ട്രഡീഷണലി നമ്മൾ ഫോളോ ചെയ്തിരുന്ന ഒരു മെത്തേഡാണ്. അപ്പൊ ഇതിന് കുറെ ഡിസഡ്വാൻറ്റേജസ് ഒക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ അത് മാറ്റിയതാണ് ആ ഒരു രീതി കേട്ടോ. അപ്പൊ ഇതില് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു രീതി എന്ന് പറയുന്നത് നമുക്ക് പേഷ്യൻസിന് പരിചരണം കൊടുക്കുന്ന ഓരോ ഡിപ്പാർട്ട്മെന്റും അതുമായി ബന്ധപ്പെട്ട ഡേറ്റാസും നമ്മൾ ഓരോ സെക്ഷനുകളായിട്ട് തിരിച്ച് ആ ഓരോ ഡിപ്പാർട്ട്മെന്റിനും ഓരോരോ സെക്ഷനുകളായിട്ട് തിരിച്ചാണ് മെഡിക്കൽ റെക്കോർഡിൽ അറേഞ്ച് ചെയ്യുന്നത്. അത്തരം മെഡിക്കൽ റെക്കോർഡുകളെ അല്ലെങ്കിൽ അത്തരം ഫോർമാറ്റിംഗ് രീതിയെയാണ് നമ്മൾ സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അത്രയും ഓക്കെ ആണോ? മനസ്സിലായോ? ഓക്കെ, ശരി. Then forms are organized in accordance with due date. അപ്പൊ ഇതിനുള്ളിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അപ് ടു ഡേറ്റ് ആയിട്ട് ഡേറ്റ് അനുസരിച്ച് തന്നെയാണ് വെക്കുക. അതായത് ഒരു കൃത്യമായിട്ടുള്ള ഡേറ്റ് നമുക്കറിയാം. ഏതൊരു മെഡിക്കൽ റെക്കോർഡ് ആണെങ്കിലും ഡേറ്റ് അനുസരിച്ച് അല്ലെ, ഒരു ക്രോണോളജിക്കൽ ഓർഡറിൽ ഒരു കൃത്യമായ ക്രമമായിട്ടുള്ള ചിട്ടയായ രീതിയിൽ തന്നെ അറേഞ്ച് ചെയ്യാം. അപ്പൊ ഓരോ കാര്യങ്ങളും ആദ്യം ചെയ്തതിനനുസരിച്ച് ആ ഒരു ഡേറ്റിനനുസരിച്ച് തന്നെയാണ് നമ്മൾ ഇതിൽ ഓരോ ഫോംസും അറേഞ്ച് ചെയ്യുക. ഒരു സെക്ഷൻ ആയിട്ട് വെക്കുന്നതേ ഉള്ളൂ. When usually the record is arranged in reverse chronological order at the nurse station. Nurse stationൽ ഇതിലെ എല്ലാ തരത്തിലുമുള്ള റെക്കോർഡുകളിലെ എല്ലാ ഫോംസും റിവേഴ്സ് ക്രോണോളജിക്കൽ ഓർഡറിലായിരിക്കും ചെയ്യുക. അതായത് the most information is at the front. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് ഇപ്പൊ പ്രസന്റ്ലി നമ്മുടെ പേഷ്യന്റുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളായിക്കോട്ടെ അതെല്ലാം ഫ്രണ്ടിലായിരിക്കും ഇരിക്കാം. ഓൾഡസ്റ്റ് ഇൻഫർമേഷൻ എങ്ങനെയായിരിക്കാം? ആ ഒരു സെക്ഷന്റെയും ബാക്കിലായിരിക്കും ഇരിക്കാം. മനസ്സിലാവുന്നത്? അതാണ് റിവേഴ്സ് ക്രോണോളജിക്കൽ ഓർഡർ എന്ന് പറയുന്നത്. അതായത് ക്രോണോളജിക്കൽ ഓർഡർ എന്ന് പറഞ്ഞാൽ അപ് ടു ഡേറ്റ്, ടൈം ടു ടൈം, അതായത് ഓൾഡസ്റ്റ് മുതൽ ന്യൂവസ്റ്റ് വരെ ആ രീതിയാണ് ക്രോണോളജിക്കൽ ഓർഡർ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ക്രോണോളജിക്കൽ ഓർഡർ എന്ന് പറഞ്ഞാൽ ഓൾഡസ്റ്റ് മുതൽ ന്യൂവസ്റ്റ് വരെ എന്ന രീതിയാണ്. അതായത് ഓരോ കാര്യങ്ങളും ചെയ്യുന്ന ഡേറ്റ് മുതൽ ഇപ്പോ ന്യൂവസ്റ്റ് മുതൽ ലേറ്റസ്റ്റ് മുതൽ ന്യൂവസ്റ്റ് വരെ ആ ഒരു രീതിയാണ് ക്രോണോളജിക്കൽ ഓർഡർ എന്ന് പറയുന്നത്. പക്ഷെ ഒരു നഴ്സ് സ്റ്റേഷനിൽ വെക്കുമ്പോൾ നമുക്ക് അങ്ങനെ ക്രോണോളജിക്കൽ ഓർഡറിൽ വെച്ചാല് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും ഒരു പേഷ്യന്റിന്റെ? കാരണം ഒരു ക്രോണോളജിക്കൽ ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താ? പഴയത് മുതൽ പുതിയത് വരെ എന്നുള്ള രീതിയാണ്. അപ്പൊ നമുക്ക് ഒരു ഫയൽ, ഒരു റെക്കോർഡ് എടുക്കുന്നു, ഒരു പേഷ്യന്റിന്റെ റെക്കോർഡ് എടുക്കുമ്പോൾ പ്രസന്റിൽ നമുക്ക് എന്തെങ്കിലും ട്രീറ്റ്മെന്റോ കാര്യങ്ങളോ കൊടുക്കണമെങ്കിൽ ആ പഴയ കാര്യങ്ങളൊക്കെ മറിച്ച് നോക്കിയാലല്ലേ നമുക്ക് പുതിയത് കിട്ടുള്ളൂ, അല്ലേ? ആണോ? അപ്പൊ ഒരു പേഷ്യൻസിന് പരിചരണം കൊടുക്കുന്ന സമയത്ത് അത് അത്ര പ്രാക്ടിക്കബിൾ അല്ല, അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ റിവേഴ്സ് ക്രോണോളജിക്കൽ ഓർഡറിൽ അത് അറേഞ്ച് ചെയ്ത് വെക്കും. നഴ്സസിന്റെ സ്റ്റേഷനിൽ അവർക്ക് കെയർ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഇത് എന്ത് ചെയ്യും? പഴയത് താഴെയും പുതിയത് മുകളിലുമായിട്ട് വെക്കും. അത്രയും ഓക്കെയാണ്. ഇനി ഇവര് ഡിസ്ചാർജ് ചെയ്ത് പോവില്ലേ? ഈ പേഷ്യന്റ് the record is reorganized after the patient is discharged. പേഷ്യന്റ് ഡിസ്ചാർജ് ചെയ്ത് പോവുമല്ലോ. അങ്ങനെ പേഷ്യന്റ് ഡിസ്ചാർജ് ചെയ്ത് പോയി കഴിയുമ്പോൾ
നമ്മൾ ഈ ഒരു ഫയലിനെ പിന്നെയും ഈ ഒരു റെക്കോർഡ് പിന്നെയും എന്ത് ചെയ്യുന്നു, റീഓർഗനൈസ് ചെയ്യും അല്ലെങ്കിൽ പുനഃക്രമീകരിക്കും. എങ്ങനെ പുനഃക്രമീകരിക്കും? ഒരു ക്രോണോളജിക്കൽ ഓർഡറിലേക്ക് തന്നെ അതിനെ മാറ്റും. അതായത് പഴയത് മുതൽ എന്താണ് ഏർലിയസ്റ്റ് മുതൽ ന്യൂവസ്റ്റ് ആയിട്ടുള്ളത് വരെ എന്ന രീതിയിലേക്ക് നമ്മൾ ഇതിനെ മാറ്റും. ക്ലിയർ ആണോ ഇത്? അപ്പോ സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ് എന്ന് പറഞ്ഞാൽ അതിൽ സെക്ഷനുകളായിട്ട് ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും കിട്ടുന്ന ഡേറ്റാസിന്റെ ആ സോഴ്സിനനുസരിച്ച് നമ്മൾ ഡിഫറെന്റ് സെക്ഷനുകളായിട്ടായിരിക്കും ഇത് അറേഞ്ച് ചെയ്യുക. അതുകൊണ്ടാണ് അതിനെ സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയുന്നത്. അതുപോലെ ഇതിലെ ഫോംസ് എല്ലാം വളരെ അപ് ടു ഡേറ്റ് ആയിട്ട് ഡേറ്റിനനുസരിച്ചായിരിക്കും നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ടാവുക. പക്ഷെ ഒരു നഴ്സിംഗ് സ്റ്റേഷനിൽ ഇതിലുള്ള എല്ലാ തരത്തിലുമുള്ള ഫോംസും കാര്യങ്ങളും ഒക്കെ നമ്മളൊരു റിവേഴ്സ് ക്രോണോളജിക്കൽ ഓർഡറിലായിരിക്കും എന്ത് ചെയ്തിട്ടുണ്ടാവുക, അറേഞ്ച് ചെയ്യുന്നത്. അതായത് പുതിയ പുതിയ ഇൻഫർമേഷൻസ് ഫ്രണ്ടിലും പഴയ ഇൻഫർമേഷൻസ് ആ ഒരു സെക്ഷനിലെ ബാക്കിലും എന്ന രീതിയാണ് റിവേഴ്സ് ക്രോണോളജിക്കൽ ഓർഡർ എന്ന് പറയുന്നത്. പക്ഷെ അത് നമുക്ക് നഴ്സിംഗ് സ്റ്റേഷനിൽ പുതിയ ട്രീറ്റ്മെന്റോ കാര്യങ്ങളും കൊടുക്കുന്നതിനും പെട്ടെന്ന് അവരുടെ ഇൻഫർമേഷൻസ് മനസ്സിലാക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് മാത്രം നമ്മൾ ചെയ്യുന്ന കാര്യമാണ്. അവർ ഡിസ്ചാർജ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ പേഷ്യൻസ് ഡിസ്ചാർജ് ചെയ്ത് പോയ ശേഷം നമ്മൾ ഈ ഒരു റെക്കോർഡിനെ പുനഃക്രമീകരിച്ച് റീഓർഗനൈസ് ചെയ്ത് പഴയപടിയാക്കുന്നുണ്ട് എന്ന രീതിയിൽ. എന്താ വെച്ചാൽ എന്താ, ക്രോണോളജിക്കൽ ഓർഡറിലേക്ക് ആക്കുന്നു എന്ന് വെച്ചാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ആദ്യം മുതലുള്ളവ ഫ്രണ്ടിലും ഏറ്റവും പുതിയതായിട്ടുള്ളവ അടിയിലും വരുന്ന രീതിയിൽ. മനസ്സിലായോ? ഫ്ലോ ഓഫ് ഇവന്റ്സ് ഓൾഡസ്റ്റ് ടു ന്യൂവസ്റ്റ് എന്ന രീതിയിലേക്ക് നമ്മൾ അത് പിന്നീട് റീഅറേഞ്ച് ചെയ്യും അല്ലെങ്കിൽ പുനഃക്രമീകരിക്കും. മനസ്സിലായോ? ഇത്രയും SOMR അല്ലെങ്കിൽ സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ് എന്താണെന്നുള്ള ഒരു ഐഡിയ കിട്ടിയോ? ഐഡിയ കിട്ടിയോ? ഓക്കെ. ഇനി അതിന്റെ അഡ്വാൻറ്റേജ് എന്തായിരിക്കും? ഇനി നിങ്ങൾ പറഞ്ഞേ എന്തൊക്കെയാണ് ഇതിന്റെ അഡ്വാൻറ്റേജ്? ഇങ്ങനെ നമ്മൾ ഓരോ സെക്ഷൻ ആയിട്ടൊക്കെ തിരിക്കുന്നത് കൊണ്ട് എന്തായിരിക്കും അഡ്വാൻറ്റേജ്? അഡ്വാൻറ്റേജ് എല്ലാത്തിനും അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജ് ഒക്കെ ഉണ്ടാവുമല്ലോ അല്ലെ? അഡ്വാൻറ്റേജ് എന്തായിരിക്കും? അങ്ങനെ ഓരോ സെക്ഷൻ ആയിട്ട് തിരിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും അഡ്വാൻറ്റേജ് ഉണ്ടോ? ഉണ്ടോ? അതെ, ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസ് നമുക്ക് അവർ എന്തൊക്കെ കൊടുത്തു, എന്തൊക്കെ ട്രീറ്റ്മെന്റ് കൊടുത്തു, എന്തൊക്കെ പരിചരണങ്ങൾ കൊടുത്തു, അല്ലെങ്കിൽ ഇപ്പോ അവരുടെ എന്തെങ്കിലും ലബോറട്ടറി റിപ്പോർട്ടുകൾ മുൻപ് മുതലുള്ള ഇപ്പോ വരെയുള്ള എല്ലാ ലബോറട്ടറി റിപ്പോർട്ടുകൾ പരിശോധിക്കണമെങ്കിൽ അതൊക്കെ എളുപ്പമായിരിക്കും. ശരിയല്ലേ? കാരണം ആ ഒരു സെക്ഷൻ എടുത്താൽ മതി നമുക്ക്. ആ ഒരു സെക്ഷനിൽ നിന്ന് അവരുടെ ആ പറയുന്ന ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കിട്ടുന്നുണ്ട് ഇല്ലേ? ആ ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമുക്ക് ആ ഒരു സെക്ഷനിൽ നിന്ന് കിട്ടും. അത് തന്നെയാണ് ഈ ഒരു മെത്തേഡിന്റെ അഡ്വാൻറ്റേജ്. അപ്പോൾ ഡിസഡ്വാൻറ്റേജ് എന്തായിരിക്കും? എന്തായിരിക്കും ഡിസഡ്വാൻറ്റേജ്? അഡ്വാൻറ്റേജ് നമ്മൾ പറഞ്ഞു, ഡിസഡ്വാൻറ്റേജ് എന്തായിരിക്കും? എന്തായിരിക്കും ഒരു ഡിസഡ്വാൻറ്റേജ്? നമുക്ക് ഒരു പേഷ്യൻസിന് പെട്ടെന്ന് എന്തെങ്കിലും ഒരു പരിചരണം കൊടുക്കണം, പെട്ടെന്ന് ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നു, പെട്ടെന്ന് ഒരു ട്രീറ്റ്മെന്റ് നമുക്ക് പെട്ടെന്ന് അങ്ങ് നോക്കിയിട്ട് കൊടുക്കാൻ പറ്റുമോ? ഇവിടെ പറ്റില്ല അല്ലെ? പേഷ്യൻസിന്റെ ഫയൽ എടുക്കുന്നത് മാത്രമല്ല, പേഷ്യൻസിന്റെ ഫയലിന്റെ ഉള്ളിൽ നിന്ന് ഓരോ സെക്ഷൻ ആയിട്ട് ഇത് തിരിച്ചു വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ആ ഫയലിന്റെ ഉള്ളില് അവരുടെ ഓരോ റിപ്പോർട്ടുകളും ഓരോ സെക്ഷനുകളിലായിരിക്കുന്നത് അല്ലെ? ഒരു ഓർഡറിലല്ല ഇരിക്കുന്നത്, കൃത്യമായിട്ടൊരു ഓർഡറിലല്ല. അപ്പൊ എല്ലാ സെക്ഷനുകളും പരിശോധിച്ച് നമുക്ക് അന്നാ മാത്രമേ നമുക്ക് പേഷ്യൻസിന് നല്ലൊരു ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റുള്ളൂ അല്ലെ? അവരുടെ കണ്ടീഷൻ എന്താണെന്ന് മനസ്സിലാക്കണം, അവർക്ക് എന്തൊക്കെ രോഗങ്ങൾ ഉണ്ടായിരുന്നു, എന്തൊക്കെ ട്രീറ്റ്മെന്റുകൾ അവർ എടുത്തിട്ടുണ്ട്, ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഒരുപാട് സമയമെടുക്കും. ശരിയല്ലേ? അത് തന്നെയാണ് ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പൊ നോക്കിയ അഡ്വാൻറ്റേജസ്: ഓർഗനൈസസ് റിപ്പോർട്ട്സ് ഫ്രം ഈച്ച് സോഴ്സസ് ടുഗദർ, മേക്കിംഗ് ഇറ്റ് ഈസി ടു ഡിസൈഡ് ദ അസസ്മെന്റ്, ട്രീറ്റ്മെന്റ് ആൻഡ് ഒബ്സർവേഷൻ ഇൻ എ പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡഡ്. ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് നൽകിയിട്ടുള്ള അസസ്മെന്റുകളാവാം, ട്രീറ്റ്മെന്റുകളാവാം, അവർ നടത്തിയിട്ടുള്ള ഒബ്സർവേഷൻസ് ആവാം, അതുമായി ബന്ധപ്പെട്ട ആ ഒരു സോഴ്സിൽ നിന്നുള്ള എല്ലാ റിപ്പോർട്ടുകളും നമ്മൾ ഒരുമിച്ച് ഓർഗനൈസ് ചെയ്ത് വെക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിലയിരുത്താനും ട്രീറ്റ്മെന്റുകൾ കൊടുക്കാനും നിരീക്ഷണങ്ങൾ നടത്താനും ഒക്കെ പറ്റും. അതാണ് ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇനി ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ not possible to rapidly decide all of the patient's problem and treatments being given for the patient at a given time. എന്താണ്? നമുക്ക് പെട്ടെന്ന് നമുക്ക് വേഗത്തിൽ നമുക്ക് ആ പേഷ്യന്റിനുമായി ബന്ധപ്പെട്ട അവരുടെ പ്രശ്നങ്ങളോ അവർക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെന്റുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ ഒന്നും തീരുമാനിക്കാൻ പറ്റില്ല അല്ലെ? കാരണം എന്താ? data from the different departments are arranged in sections. ഓരോ സെക്ഷനുകളായിട്ടാണ്
ഓരോ ഡിപ്പാർട്ട്മെന്റിലെയും ഡേറ്റാസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് നോട്ട് ഇൻ അക്കോർഡൻസ് വിത്ത് ദ പ്രോബ്ലം ഓഫ് ദ പേഷ്യന്റ് അല്ലെ, പേഷ്യൻസിന്റെ പ്രോബ്ലത്തിനനുസരിച്ചോ അല്ലെങ്കിൽ രണ്ടിന്റെയും സംയോജിതമായിട്ടുള്ള ഒരു ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള രീതിയിലൊന്നും അല്ല ഇവിടെ നമ്മൾ ഡേറ്റാസ് അറേഞ്ച് ചെയ്യുന്നത്. ഒരു സെക്ഷൻ ആയിട്ട് ആയതുകൊണ്ട് തന്നെ അവരുടെ പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. വേഗത്തിൽ ഒരു ട്രീറ്റ്മെന്റോ കാര്യങ്ങളോ കൊടുക്കണമെങ്കിൽ അത് ഈ ഒരു റെക്കോർഡ് വഴി സാധ്യവുമല്ല. ക്ലിയർ ആണോ? വേഗം ഒന്ന് വായിച്ചു നോക്കി. അപ്പൊ SOMR സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ് ഒന്ന് വേഗം വായിച്ചു നോക്കി. ഓക്കെ ആണോ? അത് ക്ലിയർ ആണോ? കംപ്ലീറ്റ് ആയോ വായിച്ച? ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ഭാഗത്തേക്ക് പോട്ടെ. എന്താണ് ചോദിച്ചത്? SOMR 2 മനസ്സിലായില്ലല്ലോ, എന്താണ്? എന്താണ് ഷക്കീല ബീബ്? സെക്കൻഡ് പോയിന്റ് ആണോ ചോദിച്ചേ? SOMR സെക്കൻഡ് പോയിന്റോ? ഹെൻസ് ദ നെയിം സോഴ്സ് ഓറിയന്റഡ് MR എന്നാണ് ഉദ്ദേശിച്ചേ? അതാണോ ചോദിച്ചേ? അതാണോ അത് കഴിഞ്ഞിട്ടുള്ള പോയിന്റ് ആണോ ചോദിച്ചത്? അത് കഴിഞ്ഞിട്ടുള്ളതോ? മെഡിക്കൽ റെക്കോർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ സെക്ഷൻ ആണ്, അത് മനസ്സിലായില്ലേ? സെക്ഷൻ ആയിട്ട് അക്കോർഡൻസ് വിത്ത് പേഷ്യൻസ് കെയർ ഡിപ്പാർട്ട്മെന്റ്, പേഷ്യൻസിന് പരിചരണം കൊടുക്കുന്ന ഡിപ്പാർട്ട്മെന്റുകളുമായി ബന്ധപ്പെട്ട് ഡേറ്റാസ് കൃത്യമായിട്ട് സോഴ്സിനനുസരിച്ച് നമ്മൾ ഓരോ സെക്ഷൻ ആയിട്ട് അറേഞ്ച് ചെയ്യും. അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്, MR എന്ന് പറഞ്ഞ മെഡിക്കൽ റെക്കോർഡ് ആണ് കേട്ടോ, സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ് എന്ന് വിശേഷിപ്പിക്കുന്നു അല്ലെങ്കിൽ വിളിക്കുന്നു. Then forms are organized in accordance with to date. എന്ന് വെച്ചാൽ എന്താണ്? ഡേറ്റിനനുസരിച്ച് തീയതിക്ക് അനുസൃതമായിട്ടാണ് നമ്മുടെ ഫോമുകൾ ഇതിനുള്ളിൽ ക്രമീകരിക്കാറ്. അതായത് ഓൾഡസ്റ്റ് മുതൽ ന്യൂവസ്റ്റ് വരെ എന്ന രീതിയിൽ ആദ്യം ചെയ്ത പഴയത് മുതൽ പുതിയത് വരെ ആ ഡേറ്റിനനുസരിച്ച് ആദ്യം ചെയ്ത കാര്യങ്ങൾ ആദ്യം കൃത്യമായിട്ട് ഓരോന്നും ആദ്യം ചെയ്തത് ഫ്രണ്ടിൽ വരും, അതിനുശേഷം ചെയ്തത് അതിന് താഴെ വരും. അങ്ങനെയായിരിക്കും അറേഞ്ച് ചെയ്യാം. അപ്പൊ ഏറ്റവും ഫ്രണ്ടിൽ മുകളിൽ കാണുന്നത് ഏതായിരിക്കും? ഓൾഡസ്റ്റ് ആയിരിക്കും കേട്ടോ. ഏറ്റവും മുകളിൽ വരുന്നത് ഓൾഡസ്റ്റും താഴേക്ക് വരുമ്പോ ആ ഡേറ്റിനനുസരിച്ച് ഓരോന്നും ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ താഴെ അത് ആഡ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കും. അത് തീയതിക്ക് അനുസൃതമായിട്ടായിരിക്കും ഫോമുകൾ ക്രമീകരിക്കുകയാണ്. അതാണോ ചോദിച്ചേ? ആ പോയിന്റ് ആണോ ചോദിച്ചത്? ശരി, ഓക്കെ ആണോ? നെക്സ്റ്റ് വണ്ണിലേക്ക് പോട്ടെ, POMRലേക്ക് പോട്ടെ. ഓക്കെ ശരി, നെക്സ്റ്റ് വൺ ആണ് POMR, പ്രോബ്ലം ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്. That introduced by Lawrence L. Weed. ഇദ്ദേഹമാണ്, ലോറൻസ് എൽ വീഡ് ആണ്, അദ്ദേഹമാണ് ഇത് അവതരിപ്പിച്ചത്. അപ്പൊ ചോദിക്കാറുണ്ട് POMR ഇൻട്രൊഡ്യൂസ് ബൈ ഡാഷ് എന്ന് ചോദിക്കാറുണ്ട്. ലോറൻസ് എൽ വീഡ് എന്ന് പറയുന്നത് അദ്ദേഹമാണ് ഈ ഒരു ഫോർമാറ്റ് അവതരിപ്പിച്ച വ്യക്തി എന്ന് പറയുന്നത്.
provide a systematic method of documentation to reflect logical thinking on the part of the physician controlling the care of the patient. ഇവിടെ കുറച്ചും കൂടി ലോജിക്കൽ ആയിട്ട് നമ്മൾ SOMR പറഞ്ഞ ഓരോ സെക്ഷനുകളായിട്ട് വെക്കുന്നത്. POMR പ്രോബ്ലം ഓറിയന്റഡ് ആണ്. അതായത് പേഷ്യൻസിന് കൊടുക്കുന്ന പരിചരണത്തിന്റെ നിയന്ത്രണം വഹിക്കുന്ന ഫിസിഷ്യൻസിന്റെ ഭാഗത്ത് നിന്നും കുറച്ചുകൂടി ഒരു ലോജിക്കൽ ആയിട്ടുള്ള ഒരു യുക്തിപരമായിട്ടുള്ള ഒരു ചിന്ത പ്രതിഫലിപ്പിക്കുന്ന രീതിയിൽ കൃത്യമായിട്ടുള്ള ഒരു ചിന്തയായിട്ടുള്ള ഒരു വ്യവസ്ഥാപിതമായിട്ടുള്ള ഒരു ഡോക്യുമെന്റേഷൻ രീതിയാണ് ഈ POMR ഫോർമാറ്റ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ ഫിസിഷ്യൻ എന്ത് ചെയ്തു ചെയ്യാല് that explains and follow each clinical problem. ഓരോ പേഷ്യൻസിന്റെയും പ്രോബ്ലത്തെ അടിസ്ഥാനമാക്കി അവരുടെ ഓരോ പ്രോബ്ലവും ഇൻഡിവിജ്വലി എടുത്ത് അത് കൃത്യമായിട്ട് അതിനുള്ള സൊല്യൂഷൻസ് ഓർഗനൈസ് ചെയ്യുന്നു, അത് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അതാണ് ശരിക്കും പ്രോബ്ലം ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്. അതിൽ പ്രോബ്ലംസ് ആണ്, അതൊരു പേഷ്യൻസിന് എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടോ അതെല്ലാം ഓരോന്നും ഇൻഡിവിജ്വൽ ആയിട്ട് എടുത്ത് ഫിസിഷ്യൻ എന്ത് ചെയ്യുന്നത് ഓരോന്നും ഇൻഡിവിജ്വൽ ആയിട്ട് എടുക്കുന്നു. അതെന്താണ് ആ പ്രോബ്ലത്തിന്റെ കാരണം, എന്താണ്, എന്തുകൊണ്ടാണ് അതിലേക്ക് വന്നത്, അതെങ്ങനെ നമുക്ക് ഈ സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റും, അതിനുള്ള പരിഹാരം കണ്ടെത്തി നൽകി, ആ പ്രോബ്ലത്തെ അവിടെ നിന്നും എന്ത് ചെയ്യുക സൊല്യൂഷൻ കണ്ടെത്തി നൽകി അത് അവോയ്ഡ് ചെയ്യുക, ഒഴിവാക്കുക. അങ്ങനെ ഒരു ലിസ്റ്റ് ഓഫ് പ്രോബ്ലംസ് നമ്മൾ തയ്യാറാക്കുന്നുണ്ടെങ്കിൽ അത് ഫിസിഷ്യൻസ് ആണ് ചെയ്യുന്നത്. ലിസ്റ്റ് ഓഫ് പ്രോബ്ലംസ് തയ്യാറാക്കുന്നുണ്ട്, അത് ഓരോന്നും ഇൻഡിവിജ്വലി കൺസിഡർ ചെയ്ത് അതിനനുസരിച്ചുള്ള സൊല്യൂഷനും കൊടുക്കുന്ന ഒരു രീതിയാണ്. അങ്ങനെ കുറച്ചുകൂടി ഒരു ലോജിക്കൽ തിങ്കിങ്, യുക്തിപരമായിട്ടുള്ള ഒരു ചിന്തകളിലൂടെ, അതായത് പേഷ്യൻസിന്റെ ഭാഗത്തു നിന്നല്ല, പേഷ്യൻസിനെ പരിചരണം കൊടുക്കുന്ന ഫിസിഷ്യൻസിന്റെ ഭാഗത്തു നിന്നും ഒരു ലോജിക്കൽ തിങ്കിങ് അല്ലെങ്കിൽ യുക്തിപരമായ ചിന്തകളിലെ പ്രവർത്തിപ്പിക്കുക അല്ലെങ്കിൽ അത് പ്രതിഫലിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു മെത്തേഡ് ഓഫ് ഡോക്യുമെന്റേഷൻ ആണ് POMR ഫോർമാറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ കുറച്ചും കൂടി ഒന്ന് മനസ്സിലാവും കേട്ടോ. അതിൽ കുറച്ച് ബേസിക് പാർട്ട് ഓഫ് POMRന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കുറച്ച് ഭാഗങ്ങളാണ്. ജനറലി 4 പാർട്സ് ആണ് ഈ ഒരു POMR ഫോർമാറ്റിലെ മെഡിക്കൽ റെക്കോർഡിൽ ഉണ്ടാവുക. ഫസ്റ്റ് വൺ ആണ് ഡേറ്റാബേസ്, സെക്കൻഡ് വൺ ആണ് പ്രോബ്ലം ലിസ്റ്റ്, തേർഡ് വൺ ആണ് ഇനിഷ്യൽ പ്ലാൻസ്, ഫോർത്ത് വൺ ആണ് പ്രോഗ്രസ് നോട്ട്. ഇങ്ങനെയായിരിക്കും POMR ഫോർമാറ്റില് അല്ലെങ്കിൽ മെഡിക്കൽ റെക്കോർഡുകൾ നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. അതില് ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഡേറ്റാബേസ് എന്ന് പറഞ്ഞാല് മിനിമം സെറ്റ് ഓഫ് ഡേറ്റ to be got on every patient. എല്ലാ പേഷ്യൻസിനെയും കുറിച്ചും നമുക്ക് കിട്ടുന്ന ഒരു മിനിമം സെറ്റ് ഓഫ് ഡേറ്റാസ് ഉണ്ടല്ലോ. ദാറ്റ് ഇൻക്ലൂഡ് ചീഫ് കംപ്ലൈന്റ്, അതായത് ആ പേഷ്യൻസിന് അവരുടെ ആ ഒരു മെഡിക്കൽ അറ്റൻഷൻ കിട്ടാനുള്ള കാരണം എന്തിനു വേണ്ടി അവർ ആ ഹോസ്പിറ്റലിലേക്ക് വന്നു, അവരുടെ പ്രധാനപ്പെട്ട നിലവിലുള്ള അവരുടെ പ്രസന്റ് ഇൽനസ് അസുഖം എന്താണ്, പേഷ്യന്റ് പ്രൊഫൈൽ അവരുടെ പേഷ്യൻസുമായി ബന്ധപ്പെട്ട പേഴ്സണൽ ഇൻഫർമേഷൻസ്, മറ്റു കാര്യങ്ങൾ, അവരുടെ സോഷ്യൽ ഡേറ്റാസ് മുതലായിട്ടുള്ളവ, പാസ്റ്റ് ഹിസ്റ്ററി മെഡിക്കൽ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, റിവ്യൂ ഓഫ് ദ സിസ്റ്റം അവരുടെ ബോഡി സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു അവലോകനം നടത്തുന്നു, അവരുടെ ഫിസിക്കൽ എക്സാമിനേഷൻസ് ശാരീരിക പരിശോധനകൾ, ഓഫ് ഡിഫൈൻഡ് കണ്ടന്റ് ആൻഡ് ബേസ് ലൈൻ ലബോറട്ടറി ഡേറ്റ അടിസ്ഥാനപരമായിട്ടുള്ള ലബോറട്ടറി റിപ്പോർട്ടുകൾ. ഇത്രയും കാര്യങ്ങൾ ഒരു മിനിമം സെറ്റ് ഓഫ് ഡേറ്റ ആ പേഷ്യൻസിനെ കുറിച്ചുള്ള ഒരു മിനിമം സെറ്റ് ഓഫ് ഡേറ്റാസ് ആണ് ഡേറ്റാബേസ് എന്ന് പറയുന്ന ഭാഗത്ത് ഉൾപ്പെടുത്തുക. മനസ്സിലാവുന്നുണ്ടോ? ഈ ഒരു POMRലെ പ്രധാനപ്പെട്ട 4 ഭാഗങ്ങളാണ് കേട്ടോ. POMR റെക്കോർഡ് മെഡിക്കൽ റെക്കോർഡിലെ 4 ഭാഗങ്ങളാണ്. അതിൽ ഡേറ്റാബേസ് എന്ന് പറയുന്നത് പേഷ്യൻസിനെ കുറിച്ചുള്ള മിനിമം സെറ്റ് ഓഫ് ഡേറ്റാസ്, അതായത് പേഷ്യൻസിന്റെ ചീഫ് കംപ്ലൈന്റ്, അവരുടെ റീസൺ ഫോർ സീക്കിംഗ് മെഡിക്കൽ അറ്റൻഷൻ ആവശ്യമായിട്ട് വരുന്നതിന്റെ റീസൺ എന്താണ്, അവരുടെ നിലവിലെ അവരുടെ അസുഖങ്ങൾ എന്തൊക്കെയാണ്, പേഷ്യൻസിന്റെ മറ്റു പ്രൊഫൈൽ പേഴ്സണൽ ഇൻഫർമേഷൻസ്, അവരുടെ സോഷ്യൽ ഡേറ്റാസ്, അതുപോലെ അവരുടെ മെഡിക്കൽ പാസ്റ്റ് ഹിസ്റ്ററീസ്, അതുപോലെ അവരുടെ സംവിധാനം അവരുടെ ബോഡി സിസ്റ്റംസുമായി ബന്ധപ്പെട്ട ഒരു അവലോകനം, ഫിസിക്കൽ അവർക്ക് ശാരീരിക പരിശോധനകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അടിസ്ഥാനപരമായ ലബോറട്ടറി റിപ്പോർട്ടുകൾ. ഇത്രയും ഡേറ്റാബേസ് എന്ന് പറയുന്ന ഭാഗത്ത് ഉൾപ്പെടുന്നതാണ്. മനസ്സിലായോ? അത് മനസ്സിലായോ? ഇതിലെ 4 ഭാഗങ്ങളുണ്ട്. അതിലെ ഒന്നാമത്തെ ഭാഗം ഡേറ്റാബേസ് എന്ന് പറയുന്ന ഭാഗം. ആ ഭാഗത്ത് ഇത്രയും കാര്യങ്ങളായിരിക്കും നമ്മൾ ഉൾപ്പെടുത്തുക. ദെൻ അടുത്തത് ഒരു പ്രോബ്ലം ലിസ്റ്റ് ആണ്. Problem list is contained on the form placed in the front of the record. ആ റെക്കോർഡിന്റെ ഫ്രണ്ടിൽ തന്നെ നമ്മൾ ഒരു പ്രോബ്ലം ലിസ്റ്റ് തയ്യാറാക്കിയിടും. അതായത് പ്രോബ്ലം ലിസ്റ്റ് എന്ന് പറഞ്ഞാല് the problems are anything that need management or diagnostic work, including medical, social, economic and demographic problems past and present. അതായത് പ്രോബ്ലം ലിസ്റ്റ് എന്ന് പറയുന്ന ഇടത്ത്
പേഷ്യൻസുമായി ബന്ധപ്പെട്ട എല്ലാ പ്രോബ്ലംസും, അതായത് എത്ര നമ്പർ ഓഫ് പ്രോബ്ലംസ്, ഇപ്പൊ ഒരു പേഷ്യന്റ് ഒരുപാട്, ഇപ്പൊ നമുക്ക് നമ്മുടെ ബോഡിയുമായി ബന്ധപ്പെട്ട് ചോദിച്ചാലും നമുക്ക് ഒരു അസുഖമായിരിക്കില്ല, ചിലപ്പോൾ ചെറിയ രീതിയിൽ നമുക്ക് പല രീതിയിലുള്ള പല അസുഖങ്ങൾ ഉള്ളതായിട്ട് നമുക്ക് തോന്നാറുണ്ട്, ഇല്ലേ? ചിലർക്ക് തലവേദന ഉണ്ടാവാം, അതോടൊപ്പം തന്നെ ഇപ്പൊ ചിലപ്പോൾ നമുക്ക് തുമ്മലോ പനിയോ ഫീവറോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാവും, അല്ലെ? അങ്ങനെ ഒരു പേഷ്യന്റ് ഫീൽ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു പേഷ്യൻസിനെ ബാധിക്കുന്ന എല്ലാ രോഗങ്ങളും, അപ്പൊ നമ്പർ ഓഫ് ദ ലിസ്റ്റ് ഓഫ് ദ പേഷ്യൻസ് പ്രോബ്ലംസ് ആണ് അവരെ കണ്ടെത്തിയിട്ടുള്ള, ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള എല്ലാ തരത്തിലുമുള്ള രോഗങ്ങൾ അല്ലെങ്കിൽ അവരുടെ പേഷ്യൻസിന്റെ പ്രോബ്ലംസ് എന്തൊക്കെയാണോ അതെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഫിസിഷ്യൻ അത് ലിസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ നിലവിൽ വന്നിരിക്കുന്ന പ്രോബ്ലം മാത്രമല്ല, അവർക്ക് ആ പേഷ്യന്റുമായി ബന്ധപ്പെട്ട എല്ലാ പ്രോബ്ലംസും, അതിപ്പോ അവർക്ക് മെഡിക്കൽ പരമായിട്ടുള്ള പ്രോബ്ലം ആവാം, സാമൂഹ്യപരമായിട്ടുള്ള പ്രശ്നമാവാം, സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങളാവാം, അതുപോലെ അവരുടെ ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള ഡെമോഗ്രഫിക് ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള ഹെൽത്ത് കണ്ടീഷൻസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാവാം, അതിപ്പോ നിലവിലുള്ളതാവാം, മുൻപുണ്ടായിരുന്നതാവാം, നിലവിലിപ്പോ ഉണ്ട്, തുടർന്ന് പോകുന്നതുമാവാം. അങ്ങനെയുള്ള എല്ലാ തരത്തിലുമുള്ള പ്രോബ്ലംസിനെയും ഐഡന്റിഫൈഡ് ആയിട്ടുള്ള എല്ലാ പ്രോബ്ലംസും, അത് ആക്റ്റീവ് ആയിട്ടുള്ളതുണ്ടാവാം, ഇനാക്റ്റീവ് ആയിട്ടുള്ളതുണ്ടാവും, അത്തരം എല്ലാത്തിന്റെയും ആ ഒരു ലിസ്റ്റ്, നമ്പർ ഓഫ് പ്രോബ്ലംസിനെ കുറിച്ചുള്ള ഒരു ലിസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഫിസിഷ്യൻ തയ്യാറാക്കുന്നു. Our list must afford the patients at the level of problems at the level of the physician's apprehension of a particular problem. ഈ ഓരോ പ്രശ്നങ്ങളും ഫിസിഷ്യൻസ് അവരുമായിട്ട് ചർച്ച ചെയ്ത് പേഷ്യന്റുമായിട്ട് ചർച്ച ചെയ്യുന്നു, അവരിൽ നിന്ന് അത് മനസ്സിലാക്കുന്നു, അതിനനുസരിച്ച് പേഷ്യൻസ് ആ ഫിസിഷ്യന്റെ ആ ഒരു ആശങ്കയുടെ തലം അല്ലെങ്കിൽ ആ ഫിസിഷ്യൻസിന്റെ ആ ഒരു ഓരോ പ്രോബ്ലത്തിലും ആ ഒരു വ്യക്തിയുടെ പ്രോബ്ലം അത് ഇച്ചിരി ആശങ്ക ജനിപ്പിക്കുന്നതാണ് എന്ന് ഫിസിഷ്യന് തോന്നുകയാണെങ്കിൽ അത്തരം പ്രോബ്ലംസ് എല്ലാം ആ ഒരു ലിസ്റ്റിൽ നമ്മൾ എന്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. ആൻഡ് പ്രോബ്ലം ലിസ്റ്റ് may contain a statement of an abnormal finding, physiological detection or a specific diagnosis. ഈ ഒരു പ്രോബ്ലം ലിസ്റ്റില് ഈ ഒരു പ്രോബ്ലവുമായി ബന്ധപ്പെട്ട അസാധാരണമായിട്ടുള്ള എന്തെങ്കിലും കണ്ടെത്തലുകൾ നടത്തിയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഫിസിയോളജിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും കണ്ടെത്തലുകൾ നടത്തണമെങ്കിലോ സ്പെസിഫിക് ആയിട്ടുള്ള ഡയഗ്നോസിസ് ചെയ്യണമെങ്കിലോ അതെല്ലാം പ്രത്യേകമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. Additions and changes are made in the list since new problems are identified and active problems resolved. ഈ ഒരു പ്രോബ്ലം ലിസ്റ്റ് തയ്യാറാക്കുക എന്ന് പറയുന്നത് ഒരു പെർമനന്റ് ലിസ്റ്റ് അല്ല. ഇതില് നമുക്ക് നിലവിൽ ആ പേഷ്യൻസിനുള്ളതും ഉണ്ടായിരുന്നതുമായിട്ടുള്ള പ്രോബ്ലംസിനെ കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു ലിസ്റ്റ് ആണ്. ഇത് എല്ലാ വശങ്ങളിൽ നിന്നുമുള്ള അവരുടെ പ്രോബ്ലംസ് ആണ്. അപ്പൊ അതില് ചിലത് പുതിയ പ്രോബ്ലംസ് പിന്നീട് ഉണ്ടാവാം, ഉണ്ടായിക്കൂടെ? ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്യുന്ന സമയത്ത് തന്നെ ചിലപ്പോൾ പുതിയ പ്രോബ്ലംസ് ഉണ്ടാവാം, അല്ലെ? അങ്ങനെ പുതിയ പ്രോബ്ലംസ് ഐഡന്റിഫൈ ചെയ്താൽ അങ്ങനെയുള്ള ആക്റ്റീവ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട് എങ്കിൽ അത് നമ്മൾ ഈ പുതിയ ലിസ്റ്റിലേക്ക് പുതിയതായിട്ട് ഉൾപ്പെടുത്തും. ഇനി ഓൾറെഡി ആക്റ്റീവ് ആയിട്ടുള്ള പ്രോബ്ലംസ് നമ്മൾ റിസോൾവ് ചെയ്തു, അതിനുള്ള സൊല്യൂഷൻസ് നമ്മൾ കണ്ടെത്തി കൊടുത്തു, ആ പ്രോബ്ലം സോൾവ് ആയി. അങ്ങനെ സോൾവ് ആയിട്ടുണ്ടെങ്കിൽ അത്തരം പ്രോബ്ലംസ് നമ്മൾ ഡ്രോപ്പ് ഡൗൺ റിസോൾവ് പരിഹരിക്കപ്പെട്ടു അല്ലെങ്കിൽ അത് ഒഴിവാക്കപ്പെടേണ്ടതാണ് എന്ന് മാർക്ക് ചെയ്യുകയും ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ ഈ ഒരു ഡേറ്റാബേസ് എന്താണെന്ന് ക്ലിയർ ആയോ? അത് മനസ്സിലായോ? ഡേറ്റാബേസിലും ഒരു മിനിമം സെറ്റ് ഓഫ് ഡേറ്റയാണ് പേഷ്യൻസിനെ കുറിച്ച്, ഓരോ പേഷ്യൻസിന്റെയും ഒരു മിനിമം സെറ്റ് ഓഫ് ഡേറ്റാസ് ആണ് ഡേറ്റാബേസിൽ ഉൾപ്പെടുക. പ്രോബ്ലം ലിസ്റ്റ് എന്ന് പറയുന്നത് ഒരു പേഷ്യന്റുമായി ബന്ധപ്പെട്ട് അവരുടെ മെഡിക്കൽ പ്രോബ്ലംസ് ആവാം, സോഷ്യൽ പരമായിട്ടുള്ള സാമൂഹ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളാവാം, എക്കണോമിക് സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങളാവാം, അവരുടെ ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ് ആവാം, മുൻപുണ്ടായിരുന്നതോ പ്രസന്റിലുള്ളതോ ആയിട്ടുള്ള ഏതൊരു പ്രശ്നങ്ങളുടെയും ഒരു ലിസ്റ്റ് ഫിസിഷ്യൻ തയ്യാറാക്കുന്നതിനെയാണ് പ്രോബ്ലം ലിസ്റ്റ് എന്ന് പറയുന്നത്. അത് ക്ലിയർ ആണോ? അത് ഫിസിഷ്യന് ഈ പേഷ്യന്റുമായി ബന്ധപ്പെട്ട് അവർ സംസാരിക്കുമ്പോ മനസ്സിലാവും അവർക്ക് ഇങ്ങനെയുള്ള പ്രോബ്ലം. ചിലർക്ക് സാമ്പത്തികപരമായിട്ട് പ്രോബ്ലംസ് ഉള്ളവരുണ്ടാവും, ഇല്ലേ? സാമൂഹ്യപരമായിട്ടും മെഡിക്കൽ പരമായിട്ടും ഒക്കെ പ്രശ്നങ്ങളുള്ള ആളുകളുണ്ടാവും. അതെല്ലാം അവരുടെ ഹെൽത്തിനെ ബാധിക്കുന്ന അല്ലെങ്കിൽ അവരെ ബാധിക്കുന്ന പ്രോബ്ലംസ് ആണ്, അല്ലെ? അപ്പൊ അവർക്ക് ട്രീറ്റ്മെന്റുകൾ കൊടുക്കുന്ന മാത്രമല്ല, അല്ലാത്ത രീതിയിൽ നമുക്ക് ഈ പ്രോബ്ലംസിനെ പരിഹരിക്കാലോ. സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നമുള്ള ആളാണ്, ഒരു പ്രോബ്ലം അവർക്കുണ്ടെങ്കിൽ പല സോഴ്സിലൂടെ നമുക്കത് പരിഹരിച്ചൂടെ? പറ്റൂലേ? പറ്റും, അല്ലെ? അപ്പൊ അത്തരം രീതിയിൽ അവരുമായി ബന്ധപ്പെട്ട എല്ലാ പ്രോബ്ലംസും ഒരു ലിസ്റ്റ് ഉണ്ടാക്കും. ആരുണ്ടാക്കും? അവരെ അറ്റൻഡ് ചെയ്യുന്ന ഫിസിഷ്യൻ. ആ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയതിനു ശേഷം അവർ ആ ഒരു ലിസ്റ്റില് എന്ത് ചെയ്യുന്നു? കൃത്യമായിട്ട് ഇവരുടെ ഓരോ പ്രോബ്ലംസും ഐഡന്റിഫൈഡ് ആയിട്ടുള്ള എല്ലാ പ്രോബ്ലംസും ലിസ്റ്റ് ചെയ്യും.
ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോ പ്രോബ്ലംസും ലിസ്റ്റ് ചെയ്യും. ഈ ലിസ്റ്റ് ചെയ്യുന്നത് അപ്പൊ ആ ഒരു ഫിസിഷ്യന് തോന്നാണ് ഈ ഒരു പ്രോബ്ലം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇവരെ ബാധിക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് പ്രോബ്ലം ആണ്, ഇതിലൊരു കൺസേൺ ആവശ്യമാണ് എന്ന് ഫിസിഷ്യന് തോന്നുന്ന എല്ലാ പ്രോബ്ലത്തെയും നമ്മൾ ഇതിൽ ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി ലിസ്റ്റ് ചെയ്യുന്ന പ്രോബ്ലംസിൽ നമ്മൾ അപ്പോൾ ലിസ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ചില പ്രോബ്ലംസ് ഉണ്ടാവില്ല, അത് കഴിഞ്ഞ് പുതിയതായിട്ട് ചില പ്രോബ്ലംസ് വന്നേക്കാം അല്ലേ. തുടർ പരിചരണവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണങ്ങളുമായി ബന്ധപ്പെട്ട് പിന്നീട് എന്തെങ്കിലും പ്രോബ്ലംസ് വന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഈ ഒരു ലിസ്റ്റിന്റെ കൂടെ ചേർക്കാം. മനസ്സിലാവുന്നുണ്ടോ? പുതിയ പ്രോബ്ലംസ് ഈ ലിസ്റ്റിന്റെ കൂടെ ചേർക്കാം. ഇനി ഓൾറെഡി ആക്റ്റീവ് ഇപ്പോൾ നമുക്ക് ഒരു സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നം ഉണ്ടായിരുന്നു, അത് ഈ ലിസ്റ്റിൽ ഇവിടെ ഫിസിഷ്യൻ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു, അത് നമ്മൾ സോൾവ് ചെയ്ത് കൊടുക്കും, അത് പരിഹരിക്കപ്പെട്ടു. അപ്പൊ പിന്നെ ഇത് ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തേണ്ട കാര്യമുണ്ടോ ഇനി? അപ്പൊ അതെന്ത് മാർക്ക് ചെയ്യും? സോൾവ് ആയിട്ടുള്ള പരിഹരിക്കപ്പെട്ട പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ടു അല്ലെങ്കിൽ അത് ഒഴിവാക്കി എന്ന് മാർക്ക് ചെയ്യണം. മനസ്സിലായോ? അത് പ്രോബ്ലം ലിസ്റ്റ് എന്താന്ന് മനസ്സിലായോ? ഒന്ന് റിപ്ലൈ ചെയ്തേ, ഞാൻ മാത്രമേ മിസ് നെക്സ്റ്റ് പോകാൻ പറ്റുള്ളൂ. ക്ലിയർ ആണോ അത്? ഓക്കെ, ശരി. നെക്സ്റ്റ് വണ്ണാണ് അടുത്ത മൂന്നാമത്തെ പാർട്ടാണ് കേട്ടോ, ഇനിഷ്യൽ പ്ലാൻ. Initial plan it explains what will be done to learn more about the patient's condition, treat the condition and instruct the patient about the condition. ഇവിടെ ഇനിഷ്യൽ പ്ലാൻ എന്ന് പറയുന്നത് നമുക്ക് പേഷ്യൻസിന്റെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ മനസ്സിലായും, അവർക്ക് എന്തെങ്കിലും മെഡിക്കൽ പരമായിട്ടുള്ള കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടായിട്ടായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും ഇവിടേക്ക് വന്നിരിക്കാം. അപ്പൊ സ്വാഭാവികമായിട്ടും അതുമായി ബന്ധപ്പെട്ട് പേഷ്യൻസിന്റെ കണ്ടീഷൻ എന്താണ് അത് മനസ്സിലാക്കുകയും അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റുകൾ ആരംഭിക്കുകയും ചെയ്യുകയാണ് ഇനിഷ്യൽ പ്ലാനിൽ നമ്മൾ ചെയ്യാം. ഇപ്പൊ നോക്കി, ഇൻസ്ട്രക്ട് ദ പേഷ്യൻസ് അബൌട്ട് ദ കണ്ടീഷൻ, കൃത്യമായ നിർദ്ദേശങ്ങൾ പേഷ്യൻസിന് കൊടുക്കുന്നു, കൃത്യമായ ട്രീറ്റ്മെന്റുകളും ആ പേഷ്യൻസിന്റെ കണ്ടീഷൻ അനുസരിച്ച് പ്രൊവൈഡ് ചെയ്യുന്നു. കണ്ടീഷൻ ഡൗട്ടഡ് ഓർ നോട്ട് ടു ബി റൂൾഡ് ഔട്ട് ആർ നോട്ടഡ് ഇൻ ദ ഇനിഷ്യൽ പ്ലാൻ. ഈ ഇനിഷ്യൽ പ്ലാനിൽ ചിലത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒഴിവാക്കേണ്ടതായിട്ടുള്ളവയുണ്ടാവും, ചിലത് സംശയിക്കപ്പെടുന്നവയുണ്ടാവും. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ഇനിഷ്യൽ പ്ലാനിൽ രേഖപ്പെടുത്തി വെക്കും. Specific plans for each problem are categorized into more information for diagnosis management that ruled out. അതുപോലെ തന്നെ ഓരോ പ്രോബ്ലംസും സ്പെസിഫിക് ആയിട്ടുള്ള ഓരോ പ്ലാനുകളും ഓരോ പ്രോബ്ലംസിനെയും കാറ്റഗറൈസ് ചെയ്ത് നമ്മൾ ചെയ്യുന്നുണ്ട്. അതിലൂടെ ആ ഒരു ഡയഗ്നോസിസും കാര്യങ്ങളും നടത്തി ഈ ഒരു രോഗമുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് സംശയമുള്ളതാണെങ്കിൽ അത് നമുക്ക് തെളിയിക്കാനും ഇല്ല എങ്കിൽ നമുക്ക് അതിനെ റൂൾ ഔട്ട് ചെയ്യാം അല്ലെങ്കിൽ ഒഴിവാക്കാനും നമുക്ക് സാധിക്കുന്ന രീതിയാണ് ഇനിഷ്യൽ. അപ്പൊ അതുപോലെ തന്നെ തെറാപ്പിയുടെ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഡ്രഗ്സ്, പ്രൊസീജിയേഴ്സ് ആൻഡ് കോഴ്സ്, എന്തൊക്കെ തെറാപ്പീസ് നമ്മൾ അവർക്ക് കൊടുത്തു, എന്തൊക്കെ പേഷ്യൻസിന് എഡ്യൂക്കേഷൻസ് അല്ലെങ്കിൽ ബോധവൽക്കരണങ്ങളോ കാര്യങ്ങളോ കൊടുത്തിട്ടുണ്ടോ, അതെല്ലാം നമ്മൾ ഇനിഷ്യൽ പ്ലാൻ എന്ന് പറയുന്ന ഭാഗത്തായിരിക്കും ഉൾപ്പെടുത്താം. അപ്പൊ എന്താണ് ഇനിഷ്യൽ പ്ലാൻ ശരിക്കും ഉദ്ദേശിക്കുന്നത്? പ്ലാൻ ഓഫ് കെയർ ആണ്. അപ്പൊ അവർക്ക് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്ലാൻ തയ്യാറാക്കുന്നു, അവരുടെ ഓരോ ഐഡന്റിഫൈഡ് ആയിട്ടുള്ള പ്രോബ്ലംസിനെയും കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി ഒരു ഡീറ്റെയിൽ പ്ലാൻ തയ്യാറാക്കുകയാണ് ചെയ്യുക. അത് ട്രീറ്റ്മെന്റുകൾ ഉണ്ടാവാം, മറ്റെന്തെങ്കിലും ഇന്റർവെൻഷൻസ് അല്ലെങ്കിൽ ഇടപെടലുകളിൽ കൂടെ അവരുടെ ആ ഒരു പ്രോബ്ലത്തിനെ നമ്മൾ കൈകാര്യം ചെയ്യും. അപ്പൊ അവിടെ പേഷ്യൻസിന്റെ കണ്ടീഷൻ എന്താണെന്ന് മനസ്സിലാക്കുകയും അവർക്ക് അതിനുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുകയും ആവശ്യമായ ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ നിർദ്ദേശങ്ങളും നൽകുന്നു, അത് വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സംശയാസ്പദമായിട്ടുള്ളതോ അല്ലെങ്കിൽ ഒഴിവാക്കേണ്ടതോ ആയിട്ടുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ഇതിൽ നോട്ട് ചെയ്യുകയും അതിനനുസരിച്ച് സ്പെസിഫിക് ആയിട്ടുള്ള പ്ലാനുകൾ ഈ ഓരോ പ്രോബ്ലത്തിനെയും ബേസ് ചെയ്ത് തയ്യാറാക്കുകയും അതിലൂടെ ആവശ്യമാണെങ്കിൽ ഡയഗ്നോസിസോ കാര്യങ്ങളോ ഒക്കെ നടത്തി നമുക്ക് സംശയാസ്പദമായിട്ടുള്ള കാര്യമില്ല അല്ലെങ്കിൽ ഇപ്പൊ ഒരു രോഗമുണ്ട് നമുക്ക് സംശയം തോന്നി, അത് ഇല്ല, ഡയഗ്നോസിസ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ആ ഒരു രോഗമില്ല എങ്കിൽ അത് ഒഴിവാക്കുകയും നമുക്ക് ചെയ്യാം. അതുപോലെ ആവശ്യമായിട്ടുള്ള തെറാപ്പീസ്, ഡ്രഗ്സ്, പ്രൊസീജിയേഴ്സ് അതൊക്കെ കൊടുക്കുക. അതുപോലെ തന്നെ പേഷ്യൻസിന് എഡ്യൂക്കേഷൻ നൽകുക. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇനിഷ്യൽ പ്ലാനിലാണ് ഉൾപ്പെടുത്തുക. ദെൻ ലാസ്റ്റ് ഭാഗമാണ് പ്രോഗ്രസ് നോട്ട്. പ്രോഗ്രസ് നോട്ട് എന്ന് പറഞ്ഞാൽ ഫോളോ അപ്പ് ഫോർ ഈച്ച് പ്രോബ്ലം. എല്ലാ പ്രോബ്ലത്തിനെയും ഒരു ഫോളോ അപ്പ് നടത്തുക, അല്ലെങ്കിൽ ഓരോ പ്രോബ്ലം നമ്മൾ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റും കാര്യങ്ങളും ഒക്കെ കൊടുത്തു കഴിയുമ്പോൾ എന്തൊക്കെയാണ് അവർക്കുണ്ടായിരിക്കുന്ന പുരോഗതികൾ, അല്ലെ? അതാണ് ശരിക്കും പ്രോഗ്രസ് നോട്ടിൽ ഉദ്ദേശിക്കുക. എന്നാൽ കൃത്യമായിട്ട് പേഷ്യൻസിന്റെ പ്രോഗ്രസ് അല്ലെങ്കിൽ പുരോഗതികൾ എന്തൊക്കെയാണ്, എന്തൊക്കെ ചേഞ്ചസ് ആണ് ഓരോ ട്രീറ്റ്മെന്റും കാര്യങ്ങളും, പുതിയ പ്രോബ്ലം വന്നപ്പോൾ അതിന് പുതിയ നമ്മള് പ്ലാനുകൾ തയ്യാറാക്കി നടപ്പിലാക്കിയപ്പോൾ എന്തൊക്കെ പുരോഗതികൾ അവർക്ക് അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. And each note is preceded by the number and title of the apt problem and contain any of the sort. അതുപോലെ തന്നെ ഈ ഓരോ പ്രോബ്ലം നമ്മൾ എഴുതിയതു
പ്രോഗ്രസ് നോട്ട് തയ്യാറാക്കുമ്പോൾ ഏത് പ്രോബ്ലം ആണോ നമ്മളിപ്പോ പറയുന്നത് ആ പ്രോബ്ലത്തിന്റെ പേര്, അതിന്റെ ടൈറ്റിൽ, ആ പ്രോബ്ലം ലിസ്റ്റിൽ അതിന്റെ നമ്പർ. ആ പ്രോബ്ലം ലിസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ, നമ്മുടെ പ്രോബ്ലം ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായില്ലേ, ഉണ്ടായിരുന്നോ? അതിൽ എത്രാമത്തെ നമ്പറിലാണോ ആ ഒരു പ്രോബ്ലം കിടക്കുന്നത്, ആ ലിസ്റ്റിലെ എത്രാമത്തെ നമ്പർ ആണോ ആ നമ്പറും എഴുതും, ആ ടൈറ്റിലും എഴുതും. ഏത് പ്രോബ്ലം ആണെന്ന് വെച്ചാൽ ആ ഒരു ടൈറ്റിൽ എഴുതും. അതിനുശേഷം നമ്മൾ ആ ഒരു പ്രോഗ്രസ് നോട്ട് തയ്യാറാക്കുമ്പോൾ അതിൽ കൃത്യമായിട്ട് അവരുടെ ആ ഒരു ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ നമ്മൾ നടത്തിയിട്ടുള്ള പുതിയ പ്ലാനുകൾ നടപ്പിലാക്കിയപ്പോൾ എത്രത്തോളം അവർക്ക് ആ ഒരു പ്രോബ്ലവുമായി ബന്ധപ്പെട്ട് പുരോഗതി ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യങ്ങൾക്ക് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കൃത്യമായ ഒരു ഫോർമാറ്റിലാണ് നമ്മളത് എഴുതുക. ആ ഫോർമാറ്റിങ്ങിനെയാണ് നമ്മൾ അതിനുള്ളിലെ പ്രോഗ്രസ് നോട്ടുകൾ തയ്യാറാക്കുന്ന ഒരു ഫോർമാറ്റ് ഉണ്ട്, അതിനെയാണ് നമ്മൾ സോപ്പ് എന്ന് വിളിക്കുക. നിങ്ങൾ ഇവിടെ വരെ വേഗം ഒന്ന് വായിച്ചു നോക്കി, ഈ ഒരു ഇനിഷ്യൽ പ്ലാനും പ്രോഗ്രസ് നോട്ട് വരെ. അതിനുശേഷം സോപ്പ് എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് പറയേണ്ടതാണ് കേട്ടോ. അത് ഒരുമിച്ച് അങ്ങ് പറഞ്ഞുതരാം. ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ആ ജസ്റ്റ് നിങ്ങൾ ആ ഒരു പ്ലാൻ ഏതൊക്കെയാണ് 4 പാർട്ടിലെ അത് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ആ 4 ഭാഗങ്ങൾ ഏതൊക്കെയാണ്? ഡേറ്റാബേസ്, പ്രോബ്ലം ലിസ്റ്റ്, ഇനിഷ്യൽ പ്ലാന്, അതുപോലെ തന്നെ പ്രോഗ്രസ് നോട്ട്. അതാണ് സാധാരണ ചോദിച്ചു കണ്ടിരിക്കുന്നത്. അകത്തുള്ളതൊക്കെ നമ്മൾ വായിച്ചു വെച്ചാൽ മതി, വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ മതി. വായിച്ചു കഴിയുന്നവരൊന്ന് റിപ്ലൈ ചെയ്യണേ. ഓക്കെ, ശരി. നെക്സ്റ്റ് വൺ ആണ് സോപ്പ്. സോപ്പ് എന്ന് പറയുന്നത് പ്രോഗ്രസ് നോട്ടിൽ വരുന്ന കാര്യമാണ് കേട്ടോ. ഈ ഒരു ഫോർമാറ്റിൽ, അതായത് സോപ്പ് എന്ന് പറയുന്ന ആ ഒരു ഫോർമാറ്റിലാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രസ് നോട്ട് റിപ്പോർട്ട് അല്ലെങ്കിൽ പ്രോഗ്രസ് നോട്ട് തയ്യാറാക്കുന്നത്, എഴുതുന്നത്. അപ്പൊ അതില് സോപ്പിന്റെ ദ പ്രോസസ് ഓഫ് പ്രൊസീഡിങ് എ നോട്ട് ബൈ എനി ഓർ ഓൾ ഓഫ് ദ ഫോളോയിങ് എലമെന്റ്. ഒന്നില്ലെങ്കിൽ ഈ താഴെ പറയുന്നത് ഏതെങ്കിലും ഒന്നോ അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട്, എല്ലാ ഘടകങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ നോട്ട് തയ്യാറാക്കുകയാണ് സോപ്പിലൂടെ ചെയ്യുന്നത്. അതില് ആ SOAP ഉണ്ടല്ലോ, അതില് എസ് എന്ന് പറയുന്നത് സബ്ജക്റ്റീവ് ആണ്. അതൊന്ന് നോട്ട് ചെയ്യണോട്ടെ, നിങ്ങൾ ചോദിക്കാറുണ്ട്. എസ് എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റീവ് അണ്ടർലൈൻ ചെയ്ത് വെച്ചത്. എസ് എന്ന് പറഞ്ഞാൽ സോപ്പിന്റെ എസ് എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റീവും, O എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റീവും, A എന്ന് പറഞ്ഞാൽ അസസ്മെന്റ് ആൻഡ് പ്ലാൻ കേട്ടോ. P എന്ന് പറയുന്നത് പ്ലാൻ ആണ്. ആ ഒരു 4 അണ്ടർലൈൻ ചെയ്ത് വെക്കണം കേട്ടോ. സോപ്പ് എന്ന് പറഞ്ഞാൽ എസ് എന്തിനെ സൂചിപ്പിക്കുന്നു, O എന്തിനെ സൂചിപ്പിക്കുന്നു, A എന്തിനെ സൂചിപ്പിക്കുന്നു, P എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കണം കേട്ടോ. സബ്ജക്റ്റീവ്, ഒബ്ജക്റ്റീവ്, അസസ്മെന്റ്, പ്ലാൻ. കിട്ടിയോ? 4 പേര് കിട്ടിയോ? ഇനി സബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അപ്പൊ ഒരു പ്രോബ്ലം എടുത്തു, ആ ഒരു പ്രോബ്ലം എടുത്തു, ആ ഒരു പ്രോബ്ലത്തിന്റെ നമ്പർ എഴുതി, ആ പ്രോബ്ലത്തിന്റെ ടൈറ്റിൽ എഴുതി. ഇനി നമ്മള് സബ്ജക്റ്റീവ് എന്ന് പറയുന്ന സെക്ഷൻ അല്ലെങ്കിൽ സബ്ജക്റ്റീവ് ആയിട്ട് എഴുതുന്നത് എന്താ? സിംറ്റമാറ്റിക്, അതായത് ആ പ്രോബ്ലവുമായി ബന്ധപ്പെട്ട ലക്ഷണങ്ങൾ മാത്രമല്ല, ആ പ്രധാനപ്പെട്ട പ്രശ്നം, അവരുടെ പ്രധാന കംപ്ലൈന്റ് അല്ലെങ്കിൽ പ്രധാന പ്രശ്നം എന്താണ്, അവരുടെ പ്രസന്റ് ഇൽനെസ്, പ്രസന്റ് ആയിട്ടുള്ള അവരുടെ രോഗാവസ്ഥ എന്താണ്, അതുപോലെ തന്നെ റെലവൻസ്, അപ്പൊ ആ ഒരു രോഗവുമായി ബന്ധപ്പെട്ട് റെലവന്റ് ആയിട്ടുള്ള സിംറ്റംസ് അല്ലെങ്കിൽ ലക്ഷണങ്ങൾ എന്താണ്, ഇതൊക്കെയാണ് സബ്ജക്റ്റീവ് എന്ന് പറയുന്ന ഭാഗത്ത് ഉൾപ്പെടുക. മനസ്സിലാവുന്നുണ്ടോ? ആ ഒരു രോഗവുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ആ ഒരു രോഗാവസ്ഥ, നിലവിൽ അവരുടെ ആ ഒരു രോഗാവസ്ഥ എന്താണ്,
അവർ ആ ഒരു മെഡിക്കൽ അറ്റൻഷൻ ആവശ്യപ്പെടുന്നതിന്റെ റെലവൻസ് എന്താണ്, അതുപോലെ റെലവെന്റ് ആയിട്ടുള്ള സിംറ്റംസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളെ ഉൾപ്പെടുത്തുന്ന ഏരിയയാണ് സബ്ജക്റ്റീവ് എന്ന് പറയുന്ന ഏരിയ. ക്ലിയർ ആണോ അത്? സബ്ജക്റ്റീവ് മനസ്സിലായോ? ഓക്കെ. ഇനി ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ എന്താ? മെഷറബിൾ, ഒബ്സർവബിൾ എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അളക്കാവുന്ന അല്ലെങ്കിൽ നിരീക്ഷിക്കാവുന്ന. ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയായിരിക്കും? നമ്മൾ കുറെ പരിശോധനകൾ നടത്തുകയാണ് ഇവർക്ക്, അല്ലേ? എന്താണ്? അതെ, അവരുടെ വൈറ്റൽ സയൻസ്, ഇപ്പൊ ഫിസിക്കൽ എക്സാമിനേഷന്റെ റിസൾട്ടുകള്, അവരുടെ ഇതുപോലെ BP, ബ്ലഡ് പ്രഷർ, ബ്ലഡ് ഷുഗർ, പൾസ് റേറ്റ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, വൈറ്റൽ സയൻസ് എത്ര, അതിന്റെ പരിശോധനകള്, ഫിസിക്കൽ എക്സാമിനേഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പരിശോധനകളുടെ റിപ്പോർട്ടുകൾ, ലാബ് റിപ്പോർട്ടുകൾ, ഇതെല്ലാം ഉൾപ്പെടുത്തുന്നതാണ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്ന ഏരിയ. ക്ലിയർ ആണോ അത്? ഒബ്ജക്റ്റീവ്. അപ്പൊ സബ്ജക്റ്റീവോ ഒബ്ജക്റ്റീവും ക്ലിയർ ആയില്ലേ? അപ്പൊ ഓരോ പ്രോബ്ലത്തെയും നമ്മൾ വിശദീകരിച്ച് ചെയ്തതാണ് കേട്ടോ. അസസ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താ? ഇന്റർപ്രിട്ടേഷൻ ഓർ ഇംപ്രഷൻ ഓഫ് ദ പ്രസന്റ് കണ്ടീഷൻ. എന്താണ് അസസ്മെന്റിൽ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ആ ഒരു സബ്ജക്റ്റീവിന്റെയും ഒബ്ജക്റ്റീവിന്റെയും ഒക്കെ ബേസിസിൽ, അല്ലെ, അവരുടെ പ്രസന്റ് കണ്ടീഷനും കാര്യങ്ങളും അതുപോലെ തന്നെ സിംറ്റംസും മനസ്സിലാക്കുന്നു, അവരുടെ ഫിസിക്കൽ എക്സാമിനേഷനും മറ്റു പരിശോധനകളുടെ ഒക്കെ റിസൾട്ടുകളും കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കി നമ്മളൊരു വിലയിരുത്തൽ നടത്തുന്നതാണ് അസസ്മെന്റ് എന്ന് പറയുന്നത്. ശരിയല്ലേ? അതിലൂടെ നമ്മൾ രോഗനിർണയം നടത്തുകയാണ് അസസ്മെന്റിലൂടെ ചെയ്യാം, അല്ലെ? ലീഡിങ് ടു ഡയഗ്നോസിസ്. ശരിയല്ലേ? രോഗനിർണയത്തിലേക്ക് എത്തുന്നതാണ് അസസ്മെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ദെൻ അടുത്തത് പ്ലാൻ ആണ്. പ്ലാൻ എന്ന് പറയുമ്പോൾ എന്താണ്? പ്ലാൻ എന്തായിരിക്കും? രോഗനിർണയം നടത്തി ഇനി നമ്മൾ എന്ത് ചെയ്യണം? ട്രീറ്റ്മെന്റ് പ്ലാൻ തയ്യാറാക്കണം, അല്ലെ? അവർക്ക് എന്തൊക്കെ മരുന്നുകൾ കൊടുക്കുന്നു, അല്ലെ? ഫർദർ എന്തൊക്കെ ടെസ്റ്റുകൾ നമ്മൾ നടത്തുന്നു, അതുപോലെ തന്നെ അതിന്റെ ആ ഒരു ട്രീറ്റ്മെന്റും കാര്യങ്ങളും കൊടുത്താൽ അതിന്റെ ആ ഒരു ആഗ്രഹിക്കുന്ന ഫലം എന്താണ്, ഇത്തരം കാര്യങ്ങളാണ് പ്ലാനിൽ ഉൾപ്പെടുക. മനസ്സിലായോ? അപ്പൊ ഈ ഒരു ഫോർമാറ്റിലാണ് നമ്മൾ പ്രോഗ്രസ് നോട്ടുകൾ തയ്യാറാക്കുന്നത്. അപ്പൊ ഒരു പ്രോബ്ലം എടുത്താല് ആ പ്രോബ്ലത്തിന്റെ ലക്ഷണങ്ങള്, അതുമായി ബന്ധപ്പെട്ട പ്രസന്റ് ഇൽനെസ് എന്താണ്, അവരുടെ ചീഫ് കംപ്ലൈന്റ് എന്താണ്, അത്തരം കാര്യങ്ങൾ സബ്ജക്റ്റീവിലേക്ക്. ഒബ്ജക്റ്റീവില് വരുമ്പോ അവർക്ക് എന്തൊക്കെ ഫൈൻഡിങ്സ്, നമ്മൾ എന്തൊക്കെ എക്സാമിനേഷൻസും വൈറ്റൽ സയൻസും നമ്മൾ പരിശോധന നടത്തി, ഫിസിക്കൽ എക്സാമിനേഷൻസ് നടത്തിയിട്ടുണ്ടെങ്കിൽ, ലാബ് റിപ്പോർട്ടുകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഒബ്ജക്റ്റീവിലേക്കും. അസസ്മെന്റ് വരുമ്പോ ഈ പറയുന്ന എല്ലാ അതിന്റെ സബ്ജക്റ്റീവിനെയും ഒബ്ജക്റ്റീവിനെയും അടിസ്ഥാനമാക്കിയുള്ള ആ പേഷ്യൻസിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ അടിസ്ഥാനമാക്കിയുള്ള ഒരു അസസ്മെന്റ് അല്ലെങ്കിൽ ഒരു വിലയിരുത്തൽ നടത്തി ആ ഇൻഫർമേഷൻ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഡയഗ്നോസിസ് അല്ലെങ്കിൽ രോഗനിർണയം നടത്തുന്നതാണ് അസസ്മെന്റ് എന്ന് പറയുന്നത്. ഇനി പ്ലാൻ എന്ന് പറയുമ്പോൾ അവർ ട്രീറ്റിംഗ് പ്ലാൻ ആണ്. അവർ ഏത് തരത്തിലുള്ള പ്ലാൻ ആണ്, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള മരുന്നുകളാണ് അവർക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, എന്തൊക്കെ ഫർദർ ടെസ്റ്റുകളാണ് നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ കൊടുക്കുന്ന ആ ഒരു ട്രീറ്റ്മെന്റിന്റെ ആന്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള റിസൾട്ട് അല്ലെങ്കിൽ ഔട്ട്കം എന്താണ്, ഇത്രയും കാര്യങ്ങളായിരിക്കും പ്ലാനിൽ ഉൾപ്പെടുക. ക്ലിയർ ആണോ അത്? സബ്ജക്റ്റീവ്, ഒബ്ജക്റ്റീവ്, അസസ്മെന്റ്, പ്ലാൻ. ക്ലിയർ അല്ലേ? സോപ്പ് എന്ന് പറയുന്നത് ലാസ്റ്റ് പോയിന്റ് അതൊന്ന് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. The writing of progress notes in POMR format is often referred to as SOPing. അപ്പൊ ഈ ഒരു ഫോർമാറ്റിൽ സബ്ജക്റ്റീവ്, ഒബ്ജക്റ്റീവ്, അസസ്മെന്റ്, പ്ലാൻ, ഈ ഒരു ഫോർമാറ്റില് നമ്മൾ ഈ ഒരു POMR ഫോർമാറ്റില് പ്രോഗ്രസ് നോട്ട് എഴുതുന്നതിനെയാണ് സോപ്പിംഗ് എന്ന് പറയുന്നത്. സോപ്പിംഗ് എന്ന് പറഞ്ഞാൽ അതിൽ ഉൾപ്പെടുന്ന ഇത്ര മാത്രമേ ഉള്ളൂ. സബ്ജക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്, ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്, അസസ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുന്നുണ്ട്, പ്ലാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഒരു POMR ഫോർമാറ്റില് നമ്മൾ പ്രോഗ്രസ് നോട്ട് എഴുതുന്നതിനെയാണ് സോപ്പിംഗ് എന്ന് പറയുന്നത്. വേഗം അണ്ടർലൈൻ ചെയ്തിട്ടേ അത്. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ ഇവിടെ വരെയൊന്ന് വായിച്ചിട്ട് വരാം കേട്ടോ. ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ ചോദിക്കാം, പറഞ്ഞുതരാം കേട്ടോ. നെക്സ്റ്റ് ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.